ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വ്യാഴാഴ്ച ദിവസങ്ങൾ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസം, സമഗ്രമായ ആരോഗ്യം, ശാരീരികവും മാനസികവും സ്പിരിച്വൽ തലവും എല്ലാം ചേർന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിത സാഹചര്യം നമ്മൾ തന്നെ സ്വയം നിർമ്മിച്ച് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ഉത്തമമായ അറിവാണ് സമഗ്ര ആരോഗ്യത്തിലൂടെ നമ്മൾ ലഭിക്കുന്നത്. അപ്പൊ ഇവിടെ സമഗ്ര ആരോഗ്യം കുടുംബജീവിതത്തിലൂടെ, കുടുംബജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിലും ചക്രവാണി സാറിനോട് നമ്മളത് കേട്ടു. അതിന്റെ രണ്ടാമത്തെ പാട്ടാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വല്പമെങ്കിലും ഒരു ശ്രദ്ധ കൂടുതൽ നമ്മുടെ ജീവിത രീതികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് എത്ര മനോഹരമായ ഒരു സന്തോഷകരമായ സമാധാനപൂർണമായ ശാന്തമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വ്യക്തിപരം മാത്രമല്ല സോഷ്യൽ ലൈഫിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും എല്ലാം ഒരു മാറ്റം നമ്മൾക്ക് ലഭിക്കും എന്നുള്ള ഒരു വലിയ സത്യത്തെ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ ചക്രവാണി സാർ എത്തിയിട്ടുണ്ട്. സാറ് KSABയിലെ ഓഫീസറായിരുന്നു. റിട്ടയർമെന്റിന് ശേഷം ഇതുപോലെ സമഗ്ര ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ഒരു അംബാസിഡർ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു കോച്ച് എന്ന് പറയാം. ഒത്തിരിയും ക്ലാസ്സുകളിലൂടെയൊക്കെ സമഗ്ര ആരോഗ്യത്തെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു. വൈക്കം സ്വദേശിയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ചക്രവാണി സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ചക്രവാണി സാർ, നമസ്കാരം. നമ്മൾ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വളരെ ക്ഷണികമായൊരു ജീവിതമാണ് നമുക്കുള്ളത്. ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു 86,400 സെക്കൻഡുകൾ മാത്രമാണ് നമുക്കുള്ളത്, അല്ലേ? ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു 100 വർഷം ജീവിക്കുന്നതെങ്കിൽ 8,76,000 പരം മണിക്കൂറുകളാണ് അവൻ ജീവിക്കുന്നത്. നമ്മൾ വേസ്റ്റാക്കുന്ന ഓരോ മണിക്കൂറും നമ്മുടെ സന്തോഷ അനുഭവത്തിൻ്റെ ഒരു നഷ്ടം തന്നെയാണ്. ഈ സന്തോഷം എവിടെ നിന്നാണ് തളിർക്കുന്നത്, പൂക്കുന്നത്, വളരുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയൊക്കെ മറിച്ച് ചിന്തിച്ചാലും അത് കുടുംബജീവിതത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്രയധികം പ്രാധാന്യമുണ്ടാകുന്നത്. ഞാൻ ഓർക്കുന്നു, ഇതിപ്പോൾ ഇത് 36ാമത്തെ ഹോളിസ്റ്റിക്കിനെ കുറിച്ച് മാത്രമുള്ള 36ാമത്തെ ഒരു എപ്പിസോഡാണ് ഇത്. അതിങ്ങനെ തുടരാനുള്ള കാരണം ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ്. പലതരത്തിലുള്ള സമഗ്ര ആരോഗ്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്നാണ് വളരുന്നതും തളിർക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബതലം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് 1-2 ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പുതിയതായിട്ട് കയറിയ ആരെങ്കിലും ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തൊട്ട് മുമ്പത്തെ 2 കൂടി കണ്ടാൽ കുറച്ചുകൂടെ നമുക്ക് അബ്സോർബിങ് ആവും. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇത്. അതായത് 1017ലും 1087ലും എപ്പിസോഡിലാണ് തൊട്ട് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ. സമയം കിട്ടുമ്പോൾ അതുകൂടെ കേട്ടാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ ഇവിടെ പറയുന്നത് അത് നമ്മുടെ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ വ്യക്തിയെ സ്വാധീനിക്കുന്ന പറയുമ്പോൾ വ്യക്തിയുടെ വളർച്ചയും തളർച്ചയും ഒക്കെ നിശ്ചയിക്കുന്ന ഇത്തരത്തിൽ കുടുംബത്തിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ 2 സെഷനുകളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ഓടിച്ചതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കുടുംബജീവിതത്തിൽ നിന്ന് ആർജിക്കുന്ന ചില സംസ്കാരങ്ങൾ, ശീലങ്ങൾ, പെരുമാറ്റ വൈകല്യങ്ങൾ, അറിവുകൾ, ആശയങ്ങൾ, ഇവയെല്ലാമാണ് വ്യക്തിയെ ഉന്നതങ്ങളിലേക്ക് എത്തുന്നതും അതുപോലെ താഴ്ത്തുകയും ചെയ്യുന്നു. വ്യക്തി ഇത് ആർജിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ അച്ഛനുണ്ടാവാം, അമ്മയുണ്ടാവാം, സഹോദരന്മാർ, മറ്റ് മുതിർന്നവരൊക്കെ ഉണ്ടാകും. ഇവരിൽ നിന്നാണ് കുട്ടികൾ ഓരോന്നും പഠിച്ച് പലതുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു ആശയമാണ് സമൂഹത്തിലേക്കും അതുപോലെ രാജ്യത്തിലേക്കും ഒക്കെ പടരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എത്രമാത്രം നന്നായി, നല്ല സംസ്കാരമുള്ളവനായി, നന്മയുള്ളവനായി വളരുന്നുവോ അതിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ദേശവും തന്നെ വളരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് എന്തൊക്കെ സമ്പത്തോ അല്ലെങ്കിൽ അറിവോ പദവിയോ ബാങ്ക് ഡെപ്പോസിറ്റോ എന്തൊക്കെ ഉണ്ടായാലും ആരോഗ്യമില്ലെങ്കിൽ ഇതെന്തെങ്കിലും നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ലല്ലേ? അപ്പോൾ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം അതാണ്. നമ്മൾ ആരോഗ്യത്തിൻ്റെ തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവെ മനുഷ്യർ ശരീരത്തിൻ്റെ ഒരു തലം മാത്രമാണ് പരിഗണിക്കുന്നത്. ശരീരത്തിന് പൊക്കം, വണ്ണം, നല്ല മസിൽ, അങ്ങനെയുള്ള രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥ, ഇതാണ് ആരോഗ്യമെന്നാണ് പൊതുവെ ഒരു ധാരണ. യഥാർത്ഥത്തിൽ ആ ഒരു തലത്തിൽ മാത്രമല്ല ആരോഗ്യം ഒതുങ്ങി നിൽക്കുന്നത്, മറ്റു തലങ്ങളുമുണ്ട്. അതിനുശേഷം നമ്മൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ചേർച്ചയാണ് നമ്മുടെ ആരോഗ്യത്തിലേക്ക് പ്രാഥമികമായിട്ട് നയിക്കുന്നതെന്നും
തുടർന്ന് വൈകാരികവും സാമൂഹികവും ആത്മീയവുമായ മേഖലകൾ ഉണ്ടെന്നും മനസ്സിലാക്കി. പിന്നീടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കുടുംബതലത്തിൻ്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ കുടുംബതലത്തിലും കുടുംബത്തിൽ തന്നെയുള്ള സാമ്പത്തിക തലവും കൂടി ചേർന്നാൽ മാത്രമേ ഒരു സമഗ്ര ആരോഗ്യത്തിൻ്റെ ഒരു ആശയം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 7 തലങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ശാരീരികം, മാനസികം, അതുപോലെ തന്നെ വൈകാരികം, സാമൂഹികം, ആത്മീയം, കുടുംബതലങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തിക തലങ്ങൾ. ഇതാണ് അതിൻ്റെ 7 തലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. കുടുംബതലത്തിലെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിൻ്റെ പ്രാഥമികമായ തലം സംസ്കാരത്തിൻ്റെയും ശീലത്തിൻ്റെയും അതുപോലെ പെരുമാറ്റത്തിൻ്റെയും ഒക്കെ വിത്തുകൾ വളർന്ന് വികസിച്ച് മുളയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഈ കുടുംബതലത്തിൽ നിന്നാണ്, അല്ലേ? കുടുംബതലത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി നന്നാവണമെങ്കിൽ കുടുംബത്തിൽ നല്ല സംസ്കാരം ആർജിക്കണം, അറിവ് ആർജിക്കണം. അതിനെന്താണ് വേണ്ടത്? അതിന് വേണ്ടത് നല്ലൊരു പേരൻറ്റിംഗ് ആണ്. നല്ലൊരു പേരൻറ്റിംഗ് ഇല്ലാത്തതിൻ്റെ അഭാവമാണ് കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു പലതരത്തിലുള്ള ദുശീലങ്ങൾക്കുമൊക്കെ അടിമയാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം അതുകൊണ്ട് ആ കുട്ടികൾ വഷളായി കഴിഞ്ഞാൽ ആ കുടുംബത്തിനും ദോഷമാണ്, വ്യക്തിക്കും ദോഷമാണ്, രാജ്യത്തിന് തന്നെയും ദോഷമായിട്ട് വരിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നല്ല ഒരു പേരൻറ്റിംഗ് എന്നും. പേരൻറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ എപ്പിസോഡുകൾ കടന്നു പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സമൂഹത്തിലേക്കും അതുപോലെ തൊഴിൽശാലയിലേക്കും അതുപോലെ തിരിച്ചുമൊക്കെ വരുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലൂടെ കടന്നു വരുമ്പോൾ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെ അറിവില്ലായ്മ, അജ്ഞാനമാണ് അതിൻ്റെ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ അവഗണിക്കാതെയോ അല്ലെങ്കിൽ ചിന്തിക്കാതെയോ ഒക്കെ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതറിയാതെയാണ് നാം ഓരോ മരുത്തിനെയും പരിവർത്തനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊരു പോയിന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളിലാണ് അയാൾ വ്യത്യസ്തനാകുന്നത്? ഓരോ മനുഷ്യൻ്റെയും ചിന്തയുടെ കാര്യം, അവരുടെ പെരുമാറ്റങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ, കാഴ്ചപ്പാട്, അനുഭവങ്ങൾ എന്നീ തലങ്ങളിലെല്ലാം വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് മറ്റൊരാൾ പോലെ ആകുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം അനുഭവിച്ച് അറിയേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആത്മചൈതന്യത്തിൽ ഒന്നാണ് എന്നുള്ളൊരു ബോധമാണ്. അതെങ്ങനെയാണ് ഒന്നാകുന്നത്? എല്ലാ മനുഷ്യരുടെയും ശരീര മനസ്സുകളെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഒരേ ആത്മീയ ഊർജമാണ്. നമ്മൾ മനസ്സിലാക്കി, ഒരു വൈദ്യുത ഉപകരണത്തിൽ വൈദ്യുതി കടന്നു പോകുമ്പോഴത്തേക്ക് അത് ഉപകരണത്തിൻ്റെ തരതമ ഭേദം അനുസരിച്ചിട്ട് പ്രകാശമായിട്ടും അതുപോലെ തന്നെ ചൂടായിട്ടും തണുപ്പായിട്ടും ഒക്കെ പരിവർത്തനം ചെയ്യുന്നത് ഈ ആത്മീയ ഊർജം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും തലങ്ങളിലേക്ക് ഉള്ളത്. നമ്മൾ അതുപോലെ മറ്റൊരു കാര്യം, ഒരു വ്യക്തിക്ക് സ്വയം വിചാരിക്കാതെ അല്ലെങ്കിൽ മാറണമെന്നൊരു തോന്നലില്ലാതെ ആ വ്യക്തിയെ മാറ്റുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ നമ്മൾ ഓരോ വ്യക്തിയെയും മാറ്റണം എന്നുള്ളൊരു ചിന്താഗതിയിൽ ആ വ്യക്തിയുടെ പ്രകൃതിയെ മാറ്റി നമ്മുടേതായ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതുപോലെ ജീവിതത്തിൽ 2 തരത്തിലുള്ള അനുഭവങ്ങൾ, അതിനാണ് ദ്വന്ദ്വ അനുഭവം എന്ന് പറയുന്നത്. അതുപോലെ ചാക്രിയതയും, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, രാവുണ്ടെങ്കിൽ പകലുണ്ട് എന്നതുപോലെ തന്നെ. അതുപോലെ ഓരോ ദിവസവും ആവർത്തനമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിങ്കൾ കഴിഞ്ഞിട്ട് ചൊവ്വ ബുധൻ തുടങ്ങി ശനി കഴിഞ്ഞാൽ ഞായർ വീണ്ടും തിങ്കളാണ്. അതുപോലെ ഋതുക്കളും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു ആവർത്തനം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അമിതമായ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതെല്ലാം തന്നെ നമുക്ക് വളരെ നിരാശ തരുന്ന ഒന്നാണ്. അതിനെ മിതപ്പെടുത്തേണ്ടതായ ആവശ്യവും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രാഥമികമായിട്ട് പറഞ്ഞു. പിന്നീട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന അന്നക്ഷേത്രത്തെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അന്നക്ഷേത്രത്തിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മയോ സഹോദരിയോ ഒക്കെ ആയിരിക്കും, അല്ലേ? ചിലപ്പോൾ അമ്മ മാത്രമേ ഉള്ളുവെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി ആയിരിക്കും ഗാർഹികമായ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന് ആശ്രയദോഷം ഉണ്ടാകും. ഇത് ഒരിക്കൽ കൂടി പറയുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആശ്രയദോഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചിന്തയും ആ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉള്ള മാനസിക അവസ്ഥയും ഭക്ഷണത്തെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്.
അത് വിഷലിപ്തമാകാൻ സാധ്യതയുണ്ട്. വളരെ ബുദ്ധിമുട്ടോടുകൂടിയും ഇത് ചെയ്യണമല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയുമാണ് ഒരമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നതെങ്കിൽ അത് ആ ഭക്ഷണത്തിൽ വിഷലിപ്തമാക്കുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ആരെയും പഴിക്കാതെ വളരെ സന്തോഷത്തോടു കൂടിയും ഒരു മനോധർമ്മത്തോടു കൂടിയും എല്ലാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ബോധത്തോടും കൂടിയും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വളരെ നന്നായിരിക്കും. മറ്റൊരു കാര്യം കഴിഞ്ഞതിൽ പറയാൻ വിട്ടുപോയത്, മിക്കവാറും വീടുകളിലൊക്കെ ഫ്രിഡ്ജ് ഉണ്ടാവും അല്ലേ? ഈ ഭക്ഷണം പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് 1, 2, 3 നേരങ്ങളിലേക്ക് ചിലപ്പോൾ ആഴ്ചകൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് തീർത്തും തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഫ്ലൂറോ ഈഥെയ്ൻ എന്ന് പറഞ്ഞൊരു ഗ്യാസാണ് ഈ ഫ്രിഡ്ജിനകത്തുള്ളത്. ഇത് അധിക നേരം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഭക്ഷണത്തിൽ മാലിന്യം കളയുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് ചേരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ അംശം നമ്മൾ 1, 2 ദിവസം കൊണ്ടൊന്നും അറിയില്ല, അങ്ങനെ ഒരു ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പാചകം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം വീണ്ടും എടുത്ത് നാം ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചൂടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് പറയുന്നതിൽ തീർത്തും അത് അനാരോഗ്യകരമാണ്. അങ്ങനെ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്താൽ 3 മണിക്കൂറിനുള്ളിലെങ്കിലും കഴിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഉത്തമമാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ പറ്റിയെന്നിരിക്കില്ല, പലരും പല സമയത്തായിരിക്കാം. എങ്കിലും പരമാവധി ആ ഭക്ഷണം ജൈവികമായ മാറ്റത്തിന് വിധേയമാകുന്നതിന് മുമ്പ് തന്നെ, പാചകം ചെയ്ത ഭക്ഷണം എപ്പോഴും ഒരു മാറ്റത്തിന് വിധേയമാണ്. ഏത് വസ്തുവും മാറ്റത്തിന് വിധേയമാണ്. അങ്ങനെ 3 മണിക്കൂറിനുള്ളിലെങ്കിലും അത് ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ പച്ചക്കറികൾ മറ്റുമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നേരിട്ട് പാചകത്തിലേക്ക് എടുക്കാതെ അത് റൂം ടെമ്പറേച്ചറിലേക്ക് ആകാൻ വേണ്ടിയിട്ട് അല്പം വെയിറ്റ് ചെയ്യുക. അപ്പോൾ പാല് മുതലായ സാധനങ്ങളൊക്കെ നല്ലോണം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചായിരിക്കും എടുക്കുക. നേരിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് ചെയ്യാതെ അത് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് അല്പം ക്ഷമയോടുകൂടി ആ ഫ്രിഡ്ജിലെ സാധനങ്ങൾ, നമ്മൾ പാചകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് അത് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് പാചകത്തിന് വേണ്ടിയിട്ട് എടുക്കുവാനായിട്ട്. കഴിവതും ഭക്ഷണം കഴിക്കുമ്പോൾ ക്ലോക്ക് നോക്കി ഭക്ഷണം കഴിക്കരുത്. നമുക്ക് എപ്പോഴാണ് നന്നായിട്ട് വിശക്കുന്നത്, അതായത് ജഠരാഗ്നി എന്ന് പറയും. ഈ ജഠരാഗ്നി ഉണ്ടാകുന്നത് വൈശ്വാനരൻ എന്ന ഒരു വസ്തുതയിൽ കൂടിയാണ്. അപ്പോൾ അത് വളർന്ന് അങ്ങനെ ശരീരത്തിലേക്ക് ഒരു വായു വരും, ഒരു ക്ഷുത്വായു എന്ന് പറയും. അപ്പോൾ നന്നായിട്ട് വിശക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമം. ഇത് നമ്മൾ സമയം നോക്കി, സമയം 8 അല്ലെങ്കിൽ 1 മണിയായി എന്നുള്ളൊരു കണക്ക് കൂട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഒരിക്കലും ദഹിക്കുകയില്ല, അത് ദഹനക്കേടുണ്ടാകുകയും ചെയ്യും. അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങൾ പലരുണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചാൽ ഭക്ഷണം അധികം വേസ്റ്റ് ആവുകയില്ല. ഒരു കുടുംബാന്തരീക്ഷം, ഒരു സമസ്തതയൊക്കെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് നമ്മൾ പറഞ്ഞത് നമ്മുടെ ബന്ധങ്ങളുടെ ഒരു പിരമിഡ്, 10 സെഗ്മെൻ്റുള്ള ബന്ധങ്ങളുടെ ഒരു പിരമിഡ്. അതിൽ ആദ്യമായി നാം പറഞ്ഞു ഒബ്സർവേഷൻ, നിരീക്ഷണം, ശ്രദ്ധ എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് നമുക്കൊന്നറിയണം. അവരുടെ ചിന്ത എന്താണ്, അവരുടെ പെരുമാറ്റ ശൈലി എന്താണ്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനെ വീണ്ടും നമ്മൾ 2ാമത്തെ ലെവലിലേക്ക്, അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് കൊണ്ടുപോകണം. അതിനെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യേണ്ടതാണ്. അതിനുശേഷമാണ് അതിനെ സ്വീകരിക്കേണ്ടത്. സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുക എന്നൊരു വസ്തുത കൂടിയുണ്ട്. പിന്നത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതാണ്, ത്യാഗത്തിൻ്റെതാണ്, സ്വാതന്ത്ര്യത്തിൻ്റെയാണ്. അതുപോലെ തന്നെ നമ്മൾ പരസ്പരം പങ്കാളികൾ തമ്മിൽ അവരവരുടെ അറിവുകൾ ഷെയർ ചെയ്ത് രണ്ടുപേരെയും ഒരുപോലെ വളർത്തുക. കുട്ടികൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് മാതാപിതാക്കൾക്ക് പകരാം. അതുപോലെ നമ്മുടെ സ്പൗസിന്, ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും അറിവുകൾ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാം. അതിനുശേഷം നമ്മൾ പിന്നെ കുടുംബജീവിതത്തിലെ ലൈംഗികത എന്നൊരു വസ്തുതയെക്കുറിച്ച് സംസാരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ 2 സെക്ഷനുകളായിട്ട് സംസാരിച്ചു വേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഇത് ആരെങ്കിലും എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്തെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മൾ അശ്രദ്ധ കൊണ്ട് വിട്ടുപോയ പല കാര്യങ്ങളും മെമ്മറിയിലേക്ക് എടുക്കാനും സാധിക്കാവുന്ന ആശയങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും കഴിയും എന്നുള്ളതാണ്. അത്തരത്തിൽ മാത്രം ഇതിനെ കണ്ടാൽ മതിയാകും. ഇത്തരം ആശയങ്ങളെല്ലാം പലർക്കും എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കാം. എന്നിരിക്കലും ഈ ആശയങ്ങളുടെ ഒരു മാറ്റമോ അല്ലെങ്കിൽ ആശയങ്ങളുടെ ആഴമോ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായിട്ടും കുടുംബജീവിതത്തിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ കുടുംബജീവിതത്തിൽ അതിൻ്റെ പ്രത്യേകത
അല്ലെങ്കിൽ കുടുംബജീവിതം നന്നാകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. അതിൽ ആദ്യത്തേത് സമസ്തത എന്നുള്ളതാണ്. അതായത് ഹോൾനെസ് അല്ലെങ്കിൽ വണ്ണസ് എന്നൊക്കെ പറയാം. ഒരുമ, ഒരു ഐക്യം, ഭദ്രത, ഇതൊക്കെയാണ്. കുടുംബാംഗങ്ങളുടെ ഇടയിൽ പല അംഗങ്ങളുണ്ടെങ്കിലും എല്ലാ അംഗങ്ങളും കുടുംബത്തിൻ്റെതായ ഒരു പൊതുധാരയുമായിട്ട് ഒത്തുപോകുന്നൊരവസ്ഥയാണ് സമസ്തത എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ എന്നിവയൊക്കെ മാറ്റി നിർത്തിയിട്ട് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും ഉന്നമനത്തിനും വേണ്ടി യോജിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് സംതൃപ്തി, സമാധാനം, സന്തോഷം, സ്വസ്ഥത എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. അത് നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും ഒരു മനുഷ്യരുടെ കൂടെയും അല്ലെങ്കിൽ ഒരു മനുഷ്യരും ഉണ്ടാക്കരുത്. അതായത് നമ്മുടെ സന്തോഷം, സംതൃപ്തി തുടങ്ങിയ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഓരോ അംഗവും പെരുമാറാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. അതിനെന്താണ് മാർഗം? നമുക്ക് അതിനുവേണ്ടി ഒരു 6 വാക്യങ്ങളെ പരിചയപ്പെടാം. ഈ 6 വാക്യങ്ങൾ എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നാം അനുവർത്തിച്ചാൽ കുടുംബജീവിതത്തിൽ സാമാന്യ രീതിയിൽ സമാധാനത്തോടും ശാന്തിയോടൊക്കെ പോകുവാനായിട്ട് സാധിക്കും. ഒരു വെൽനെസ്സിലേക്ക് നോക്കി നയിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം 3 തരത്തിലെ ഫാമിലിയുണ്ട്. വെൽനെസ് ഫാമിലിയുണ്ട്, ഇൽനെസ് ഫാമിലിയുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലിയുണ്ട്. വെൽനെസ് ഫാമിലി ആരോഗ്യകരമായ ഫാമിലിയാണ്. ആ കുടുംബത്തിൽ നല്ല ഭദ്രതയും സന്തോഷവും സമാധാനം ഉണ്ടാകും. ഇൽനെസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്ന സങ്കീർണമായ ഫാമിലിയാണ്. അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്ന ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു 6 വാചകങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ എല്ലാം ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും അനുഭവവും. അതിൽ ഒന്നാമത്തെ വാചകം ഐ എന്നുള്ളതാണ്. ഐ എന്നാൽ ഞാൻ. ആ ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടുകൾ അകലെയാണല്ലേ. ഞാനെന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്ക് ഒരു അടുപ്പം ഉണ്ടാകുന്നില്ല, അകലെയാണ് ചെയ്യുന്നത്. അതിന് പക്ഷേ നമ്മളെന്ന് പറഞ്ഞാലോ ആ ചുണ്ടുകൾ അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ചുണ്ടുകൾ അകലുകയും നാം എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ അടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഏതായിരിക്കാം നല്ലത്? അടുപ്പമാണോ അകലമാണോ നല്ലത്? കുടുംബജീവിതത്തിൽ പരസ്പരം അടുപ്പത്തോടെ കൂടെ ജീവിക്കാനായിട്ട്. അപ്പോൾ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എന്ന പദം ഉപയോഗിക്കുന്നതിന് പകരം പരമാവധി നാം, നമ്മൾ എന്നുള്ള തീരുമാനത്തോട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ. എൻ്റെ അഭിപ്രായത്തിന് വിലയുണ്ടായിരിക്കണം. ഞാനാണ് കാരണവർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ എന്നത്തെ രീതിയിൽ ഞാൻ എന്ന് പലതവണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കുടുംബ അംഗങ്ങളുടെ ഇടയിൽ നമുക്കൊരു അടുപ്പം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പരമാവധി നാം എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ അകത്ത് ഒരു വാചകമേ ഉള്ളൂ, ഒരു വാക്കേ ഉള്ളൂ. രണ്ടാമത്തേതിൽ 2 വാക്കാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ അത് താങ്ക് യു എന്നുള്ളതാണ്. താങ്ക് യു എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അർത്ഥം അല്ലേ. അതിൽ 2 വാക്കുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് കിട്ടുമ്പോൾ, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമ്പോൾ, വസ്ത്രം കിട്ടുമ്പോൾ, ഏത് കാര്യത്തിലും ഒരു നന്ദി പറയേണ്ടത് ആവശ്യമാണ്. ആ നന്ദി പറയുമ്പോൾ അത്തരം അനുഭവങ്ങൾ ആവർത്തിച്ച് വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചെറിയ കുട്ടിയാണെങ്കിൽ ശരി, മുതിർന്നവരാണെങ്കിൽ ശരി, പലരാണെങ്കിലും ഈ ഒരു നന്ദി വാക്ക് എല്ലായ്പ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും. അത് ദൈവത്തിനുള്ളൊരു നന്ദി തന്നെ ആയിരിക്കുകയും ചെയ്യും. നമ്മുടെ സ്പൗസ്, ഭാര്യ ഒരു ചായ ഉണ്ടാക്കി തന്നെങ്കിൽ അതിനൊരു നന്ദി പറയുക. പലപ്പോഴും നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഇങ്ങനെ താങ്ക് യു എന്നും നന്ദി എന്നൊന്നും ഔപചാരികമായിട്ട് പറയാറില്ല. എങ്കിൽ നമുക്ക് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക അല്ലേ. അല്ലെങ്കിൽ മുഖത്ത് നമുക്ക് അത് ഇഷ്ടമായി എന്നുള്ള രീതിയിൽ ഒരു മുഖഭാവം നമുക്ക് വരുത്താൻ സാധിക്കും ബോഡി ലാംഗ്വേജ് കൊണ്ട്. അപ്പോൾ അങ്ങനെയോ ആവാം. നമ്മൾ നേരിട്ട് താങ്ക് യു എന്ന് പറയുന്നതിന് പകരം ബോഡി ലാംഗ്വേജ് കൊണ്ടുകൂടി നമുക്ക് നമ്മുടെ സ്നേഹത്തെ അല്ലെങ്കിൽ നന്ദിയെ പ്രകടിപ്പിക്കാവുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ് ഇഫ് യു പ്ലീസ്. 3 വാക്കുകൾ ചേർന്ന ഒരു സെൻറ്റൻസ് ആണ്. നമ്മൾ എല്ലായ്പ്പോഴും സംസാരിക്കും, പ്രത്യേകിച്ച് ഗ്രഹനാഥന്മാർ ഒരു അധികാര ഭാവത്തിലാണ് സംസാരിക്കുന്നത് അല്ലേ. അതായത് ഞാൻ പറയുന്നത് മാത്രം, നേരത്തെ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധമുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഒരു ആജ്ഞാസ്വരത്തിൽ പറയുക, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ഫോഴ്സ് ചെയ്ത് പറയുന്ന ഒരു രീതി. അങ്ങനെ പറയാതെ വളരെ പൊളൈറ്റായിട്ട് മര്യാദാമസൃതമായിട്ട് പറഞ്ഞാൽ അവിടെ നല്ലൊരു അന്തരീക്ഷമാണ്, കുടുംബാന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാമോ? ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തുകൊണ്ട് വരാമോ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അല്ലാതെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാവുള്ളൂ, നിന്നോടത് ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ. ഇത്തരത്തിലുള്ളൊരു സംഭാഷണ ശൈലി കുടുംബത്തിലെ അകൽച്ച ഉണ്ടാകും. ഒരേ ആശയം തന്നെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സംസാരിക്കാം. അപ്പോൾ ഇഫ് യു പ്ലീസ് എന്ന് പറയുന്നത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അത് കൂടുതൽ അടുപ്പം ഉണ്ടാക്കാനേ സഹായിക്കുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്.
അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. നമ്മൾ പറയുന്ന വാചകത്തിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ പറയുന്ന ഒരു ആശയം പലപ്പോഴും സംസാരിക്കുന്നത് പടപടപടാന്ന് ഒരു കുത്തൊഴുക്ക് പോലെ നമ്മൾ സംസാരിച്ചു പോകും ചിലർ. അങ്ങനെ സംസാരിക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആകെ സമയത്തിൻ്റെ ഒരു 7% മാത്രം ആശയം, ഒരുപാട് ആശയങ്ങൾ കുത്തിത്തിരിയാതെ പറയേണ്ട കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ ആ സംഭാഷണ ശൈലിക്കൊരു മാറ്റം ഉണ്ടാകും. ഒരു 7% അങ്ങനെ ആകാവുള്ളൂ, ഒരുപാട് ആശയങ്ങൾ പറയാതെ. അതിനുശേഷം അടുത്ത് ആവാമല്ലോ. പിന്നെ അത് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശബ്ദ തന്മാത്രയുടെ വ്യതിയാനം, അതായത് നമ്മുടെ ടൊണാലിറ്റി എന്ന് പറയുന്നത്, ചില കാര്യങ്ങൾ ടോൺ മാറുമ്പോഴത്തേക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും. സൗമ്യമായിട്ട് പറയുമ്പോൾ അത് വളരെയധികം എഫക്റ്റീവ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 38% എന്ന് പറയുന്നത് നമ്മുടെ ടൊണാലിറ്റിയിലാണ് കിടക്കുന്നത്, നമ്മുടെ ശബ്ദ തന്മാത്രയുടെ വ്യതിയാനത്തിലാണ് കിടക്കുന്നത്. പിന്നെയുള്ള ബാക്കി 55% എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജാണ്. നമ്മൾ പറയുമ്പോൾ നമ്മുടെ മുഖഭാവം എങ്ങനെയാണ്, കരചലനങ്ങൾ എങ്ങനെയാണ് ചലിക്കുന്നത്, ദേഷ്യമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ സ്നേഹമാണോ, അങ്ങനെയുള്ള വിധേയത്വമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോഡി ലാംഗ്വേജിൽ കൂടി പ്രതിഫലിക്കുന്നുണ്ടാവും. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംഭാഷണത്തിൽ നല്ല ഒരു വൈദഗ്ധ്യം നേടാൻ സാധിക്കും. മാത്രമല്ല പറയുന്ന ആളത് കേട്ട് അനുസരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നത്തെ 4മത്തേതെന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. നമ്മൾ ഇന്നൊരു കാര്യം തീരുമാനിക്കും, അതിൻ്റെ അത് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണുള്ളത്, 4 വാക്കുകളാണ് അതിനകത്തുള്ളത്. നമ്മൾ എന്ത് തീരുമാനം എടുത്താലും മറ്റുള്ളവരോട് കൂടി അഭിപ്രായങ്ങൾ ചോദിക്കുക, അതിനുശേഷം പൊതുവായി ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ കൂട്ടത്തിൽ മുതിർന്ന കുട്ടികളുണ്ടാവും, ചിന്തിക്കാൻ ചെറിയ കുട്ടികളോട് ചോദിക്കണമെന്നില്ല, ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ, മറ്റു മുതിർന്ന അംഗങ്ങൾ വീടുകളിലുണ്ടെങ്കിൽ അവരുമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് ചെയ്താൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു സംഘർഷം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അച്ഛൻ മാത്രം എടുത്ത തീരുമാനമല്ലേ, അല്ലെങ്കിൽ അമ്മ മാത്രം എടുത്ത തീരുമാനമല്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊരു ഭാഷ്യം അവിടെ വരികയില്ല. അപ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് പലരോടും ചോദിക്കുന്നതല്ല, എന്താണ് നിൻ്റെ അഭിപ്രായം, നാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 1-2 ലക്ഷം 5 ലക്ഷം രൂപ ലോൺ എടുക്കാൻ പോവുകയാണ്, നമുക്ക് എങ്ങനെ വീട്ടാൻ സാധിക്കും, നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യാം, എന്താണ് നിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 5മത്തേത് 5 വാക്കുകളാണുള്ളത്. യു ഡിഡ് എ ഗുഡ് ജോബ്. യു ഡിഡ് എ ഗുഡ് ജോബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനെ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്രീസിയേഷൻ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനെ തുടർന്ന് മറ്റൊരു ഭാഗത്തിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും തോളെ തട്ടി ഒന്ന് അഭിനന്ദിക്കുക. നമ്മൾ സാധാരണ വീടുകളിൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിക്കുന്നതിനൊപ്പം തന്നെ വേസ്റ്റായ ചില സാധനങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഹാൻഡിക്രാഫ്റ്റ്സ് പോലെയുള്ള ചില സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പേപ്പർ കൊണ്ട് എന്തെങ്കിലും വെട്ടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ സാധാരണത്തിൽ എന്താ ചെയ്യുന്നത്, ആ പേപ്പറൊക്കെ വെട്ടി നാശാക്കി, ഇതാണോ നിങ്ങൾക്ക് പഠിക്കേണ്ട സമയമല്ലേ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. നല്ലൊരു ജോലിയാണ് നീ ചെയ്തത്, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിക്കൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. ഇനി 6മത്തെ വാക്കാണ് ഐ അഡ്മിറ്റ് ഐ മെയ്ഡ് എ മിസ്റ്റേക്ക്. ഞാനൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റി എന്ന് അംഗീകരിക്കുക. സാധാരണ രീതിയിൽ ഒരു തെറ്റ് പറ്റിയാൽ അതിനെ ന്യായീകരിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ മുടന്തൻ ന്യായങ്ങൾ പറയുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ നമ്മൾ ചെയ്തതിലൊരു അബദ്ധമോ പോരായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുന്നതോടുകൂടി അവിടെ ഒരു വിശ്വാസ്യതയും ഒരു ബഹുമാനവും ഒക്കെയാണ് ഉണ്ടാകുന്നത്, സ്നേഹവും അതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ കൂടുതൽ അനുസരിക്കാൻ ഒരു ബാധ്യത നമുക്കിവിടെ ഉണ്ടാകുന്നു. അത്രയും കാര്യങ്ങളാണ് ഈ 6 വാചകങ്ങൾ. ഇത് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തൃപ്തിയോടുകൂടെയൊക്കെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആപൽഘട്ടങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് പരസ്പരം നമ്മൾ പഴിചാരുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെ പഴിചാരാതെ ഒരുമിച്ച് നിൽക്കുക, എല്ലാ പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിടാൻ ഒരു ഒരുമ ഉണ്ടാവണം. ചിലപ്പോൾ നമുക്ക് ചില രോഗങ്ങളുണ്ടാവാം, അപകടങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാം. ഇവയൊക്കെ നമ്മൾ ഒരുമിച്ച് നേരിടുമ്പോഴത്തേക്ക് അത് എളുപ്പം നമുക്ക് അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഈ പ്രശ്നം ഉണ്ടായത് അച്ഛൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അമ്മയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ചേട്ടൻ്റെ കുഴപ്പമാണ് എന്ന് പഴിചാരാതെ അവിടെ ഒരു ഒരുമയാണ് ആവശ്യം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി, നമ്മുടെ കുടുംബത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വ്യക്തി നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ എന്താണെന്ന് ഓർമ്മിച്ച് നോക്കാം. ഒരാൾ, നമ്മുടെ 2-3 മക്കളുണ്ട്, അല്ലെങ്കിൽ ചേട്ടനും അനിയനും താമസിക്കുന്ന സ്ഥലമാണ്. ഒരാൾ
നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പൊതുവായ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ട് ചില ദുശീലങ്ങൾക്ക് അടിമപ്പെടുക, മദ്യത്തിനോ ലഹരിക്കോ ഒക്കെ അടിമപ്പെട്ടു പോകാം അല്ലേ? സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിൽ എന്തായിരിക്കാം സംഭവിക്കുന്നത്? ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തും അല്ലേ? വഴക്ക് പറയും, ശാസിക്കും, അവനെ വെളിയിലാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിൽ കൊടുക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെയൊന്നും ശ്രമിക്കാതെ ആ വ്യക്തിയെ തിരുത്തിക്കൊണ്ടുവന്ന് അവനെയും കൂടി നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനമല്ലേ യഥാർത്ഥത്തിൽ ആവശ്യം. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കണ്ണി വിട്ടുപോകാതിരിക്കും എന്നുള്ളതാണ്. ആരെയും ഒറ്റപ്പെടുത്താതെ ഏതൊരു വ്യക്തിയെയും നമ്മുടെ മുഖ്യധാരയിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ ഗ്രഹനാഥയും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ വ്യതിചലിക്കുന്നുവെങ്കിൽ ആ വ്യക്തി എന്തായിരിക്കാം അതിന് കാരണം? അതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾക്കോ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അവനവൻ്റെ ഭാഗത്ത് എന്താണ് ന്യൂനത, പോരായ്മകൾ എന്തൊക്കെയാണ്, എന്നിട്ട് അത് തിരുത്താനാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ ചുമലിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്നത് ആരോഗ്യകരമല്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു പ്രശ്നമോ അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളോ ഒക്കെ നമ്മുടേതായ ഉത്തരവാദിത്വം എന്താണ്, നമ്മിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പോരായ്മകൾ കണ്ടറിഞ്ഞ് തിരുത്തണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഓരോ അംഗത്തിൻ്റെയും വൈകാരികമായ അവസ്ഥ ചില സന്ദർഭങ്ങളിൽ വൈകാരികമായിട്ട് ചില വിക്ഷോഭങ്ങൾ കാണും. ചില സംഭവങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്, ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ പെരുമാറ്റങ്ങൾ വരുമ്പോഴത്തേക്കൊക്കെ വൈകാരികമായ അവസ്ഥ മാറും. അവരുടെ കാഴ്ചപ്പാടും നിലപാടും ഒക്കെ നമുക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു അമ്മ, ആ അമ്മയ്ക്ക് 2 മക്കളാണ്. അതിൽ മൂത്ത മകൻ ജോലിക്ക് പോകുന്നു. എല്ലായ്പ്പോഴും ജോലിക്ക് പോകുന്നത് ബൈക്കിലാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര നെഞ്ചിടിപ്പാണ്. വളരെ വൈകിയായിരിക്കും ചിലപ്പോൾ വരുന്നത്. സാധാരണ 6 മണിക്ക് വരുന്ന ആൾ ഒരു 6:30-ക്കോ അല്ലെങ്കിൽ 6:30 കഴിഞ്ഞിട്ടും എത്തിയില്ല എങ്കിൽ അമ്മയ്ക്ക് ചങ്കിടിപ്പുണ്ടാവും. കാരണം എന്താണ്? സാധാരണഗതിയിൽ എന്തെങ്കിലും അപകടത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണമായിരിക്കും. എന്തെങ്കിലും അപകടം സംഭവിച്ചോ, എന്താണ് വൈകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വികാരം അമ്മ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ആ കുട്ടിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ കുട്ടി വരുമ്പോഴത്തേക്ക് വളരെ ശാന്തമായിട്ട് അമ്മയുടെ മാനസിക വിഷമം ഷെയർ ചെയ്യണം. മോനെ, ഇതുപോലെ നീ താമസിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടാണ്. ഈ മാനസിക ബുദ്ധിമുട്ടുകൾ തുടർന്നു കഴിഞ്ഞാൽ രോഗത്തിലേക്ക് തന്നെ നയിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും വീട്ടിലേക്ക് വിളിച്ച്, ഇന്ന് മൊബൈൽ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു പറയാവുന്നതാണ്. അമ്മേ, ഞാൻ ഇന്ന് താമസിക്കും, അല്ലെങ്കിൽ ഇറങ്ങാൻ വൈകിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനടുത്ത് പോയിട്ടുണ്ട്. ഈ നിലയിൽ അത് പ്രകടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ആ മാനസികമായ ബുദ്ധിമുട്ട് അവിടെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഉള്ളിൽ ഒതുക്കുകയല്ല ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ കുട്ടിയെ വഴക്ക് പറയുന്നതിൽ എന്താ കാര്യം ഇരിക്കുന്നത്? ഒന്നുമില്ല. എന്തുകൊണ്ടാണ് താമസിച്ചത്, ഞാനിവിടെ എന്തെല്ലാം വിഷമം അനുഭവിച്ചു എന്നറിയാമോ എന്ന് പറഞ്ഞ് അമ്മ മകൻ്റെ നേരെ തട്ടി കയറുകയാണെങ്കിൽ അവിടെ ബന്ധത്തിന് ഒരു ഊഷ്മളത ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തുറന്നു പറയുന്ന എല്ലാ വൈകാരിക അനുഭവങ്ങളും തുറന്നു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. അതുപോലെ ഉത്തരവാദിത്വം. ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്വമുണ്ട്. അച്ഛന് അച്ഛൻ്റെ ധർമ്മം, അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മം, അമ്മ ഭാര്യയുമാണ്. അതുപോലെ അച്ഛൻ മകനാകാം, ഭർത്താവാകാം, അങ്ങനെ പലതരത്തിലുള്ള റോളുകളും ഒക്കെ ഉണ്ടാകാമല്ലോ. അവനവൻ്റെതായ റോള്, ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരായിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഈ റോളിന് ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു പോലീസുകാരൻ സ്റ്റേഷനിൽ പോലീസാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും അദ്ദേഹം ആ പോലീസായിട്ട് തന്നെ ആക്ട് ചെയ്താൽ കുടുംബത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരിക്കലും അത് ചേരുകയില്ല അല്ലേ? അപ്പോൾ പോലീസിൻ്റെ വേഷം പോലീസ് സ്റ്റേഷനിൽ മാറ്റിവെച്ചിട്ട് ഒരു ഗ്രഹനാഥനായിട്ട്, ഒരു അച്ഛനായിട്ട്, അല്ലെങ്കിൽ ഭർത്താവായിട്ട് കുടുംബത്തിൽ വരുമ്പോൾ പ്രവർത്തിക്കേണ്ടതാണ്. അതുപോലെ കളക്ടറാണെങ്കിലും അങ്ങനെ തന്നെ. വീട്ടിൽ വന്ന് ഓരോരുത്തരെയും ഭരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെ. ബിസിനസ് കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് മാറ്റിവെക്കുക. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴത്തേക്ക് ആ റോൾ ചേഞ്ചിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു 20% നമ്മൾ സേവ് ചെയ്യേണ്ടതാണ്. എന്തിനാണെന്നറിയോ? എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം കുടുംബത്തിൽ വന്നാൽ അതിനെ മീറ്റ് ചെയ്യാനായിട്ട് ഈ 20% നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെയാണ്. കുടുംബത്തിലൊരു കൂട്ടായ്മ, സമസ്തത വേണമെങ്കിൽ ഓരോരുത്തർക്കും സമ്പാദ്യം ഉണ്ടാകണം. തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും, ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞത്, മുതിർന്നവരായിരിക്കുമ്പോൾ ഒരു നിശ്ചയ ശതമാനം, ഒരു 20% എങ്കിലും മാറ്റി വെച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോയി കൈ നീട്ടേണ്ട ആവശ്യമില്ല, ബാങ്കിൽ ലോണിന് പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടാവുകയില്ല. പിന്നെ നമുക്ക് അത് എന്തെങ്കിലും ഒരു വിചാരിക്കാത്തൊരു സാഹചര്യം പൊടുന്നനമേ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
കുടുംബത്തിൻ്റെ സമസ്തതയുടെ മറ്റൊരു ഘടകമാണ് അനുകമ്പ, എമ്പതി. എമ്പതി എന്ന് പറയണമെന്നും സിമ്പതി എന്ന് പറയുന്നതിന് തമ്മിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എമ്പതി എന്ന് പറയുമ്പോൾ ഒരാളുടെ വേദന, അവരുടെ ദുഃഖം അവനവൻ്റെതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സിമ്പതി എന്ന് പറയുമ്പോൾ സഹതാപമാണ്. സഹതാപം ഒരു വ്യക്തിയെ തളർത്തും. സിമ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് തളർത്തുന്നതാണ്. എമ്പതി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യക്തിയെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതായിരിക്കും. ഒരാൾ കൂടെ ഉണ്ടല്ലോ, ഒരു പിന്തുണ ഉണ്ടല്ലോ എന്നൊരു തോന്നലായിരിക്കും. പരസ്പരം എമ്പതി വളർത്തി കഴിഞ്ഞാൽ കുടുംബത്തിൽ സമസ്തത നന്നായി വരികയും ചെയ്യും. ഓരോരുത്തർക്കും എന്തെങ്കിലും അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അത് നിന്റെ അനുഭവമാണ്, അത് നീ അനുഭവിച്ചോ, നീയല്ലേ വരുത്തി വെച്ചതെന്ന് പറയാതെ അത് നമ്മുടെ കൂടെ അനുഭവമായിട്ട് കരുതി ആ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചു, ഒരു ബിസിനസ് തുടങ്ങി അതിന്മേൽ ഒരു നഷ്ടം സംഭവിച്ചു, അങ്ങനെ ആ വ്യക്തിയെ അടുത്തിരുത്തിയിട്ട് ആശ്വസിപ്പിക്കുക. അവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ നല്ലൊരു പിന്തുണയാകും, അവർക്ക് നല്ലൊരു സപ്പോർട്ടും ആകുകയും ചെയ്യും. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമല്ല എന്ന് മനസ്സിലാക്കണം. ഈ സംസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതാണ്, വെറും ഒരു കെട്ടിടമല്ല കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ തർക്കങ്ങൾ, അതുപോലെ മറ്റ് പോരായ്മകളെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ, ഇവയെല്ലാം ചേർന്ന് അതിനെ നരകതുല്യമാക്കിയാൽ എങ്ങനെയാണ് നമുക്ക് സമാധാനം, സന്തോഷവും, സ്വസ്ഥതയും ശാന്തിയും എല്ലാം ലഭിക്കുക? അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഒരു കെട്ടിടത്തെ കുടുംബമാക്കണമെങ്കിൽ പരസ്പരം യോജിപ്പോടുകൂടി ഒരുമയോടി നിൽക്കേണ്ടത് വളരെ വളരെ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരുമിച്ചിരുന്നൊരു വിനോദങ്ങളിൽ ഏർപ്പെടാമല്ലോ, കളികൾ ചെയ്യാമല്ലോ, അതുപോലെ വ്യായാമം ചെയ്യുമ്പോഴത്തേക്കും ഒരുമിച്ച് നമുക്ക് ചെയ്യാമല്ലോ. ഇതെല്ലാം കുടുംബത്തിൻ്റെ സമസ്തതയെ നല്ല രീതിയിൽ ഉയർത്തുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനി രണ്ടാമത്തേത് അന്യോന്യത എന്നൊരു വിഷയമാണ്. അന്യോന്യത എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കസി, അതായത് ദ്വിതല വിനിമയം എന്നാണ് പറയുന്നത്. ഇവിടെ വികാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നൊരവസ്ഥയാണ്. സ്നേഹം, അംഗീകാരം, വിശ്വാസം, ആശ്വാസം, ബഹുമാനം, പിന്തുണ, കരുതൽ എന്നിവ പരസ്പരം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരാൾക്ക് മാത്രമല്ല, വൺ സൈഡ് ആയിരിക്കരുത്. അതായത് ഒരു പാലം പോലെ ആയിരിക്കണം. അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും വേണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വികാരങ്ങൾ, മൂല്യങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകേണ്ടതാണ്. സ്നേഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമാണ്. സ്നേഹം എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഫാമിലി എന്നുള്ളതിന് ഇംഗ്ലീഷ് എഴുതി നോക്കി, FAMILY, ഫാമിലി. അത് ഒന്ന് വികസിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതൊരു വാട്സപ്പിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. ഏതായാലും അത് ഒരു കൗതുകകരമായ ഒരു അനുഭവമായി. ഫാമിലി എന്ന് പറയുമ്പോൾ സ്നേഹത്താൽ ബന്ധിതമായിരിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു ലവ് ബോക്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം. ലവ് ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹം നിക്ഷേപമാണ്. ഓരോ വ്യക്തികളെയും ഒരു ബോക്സായി കരുതി നമ്മുടെ സ്നേഹം അവരിലേക്ക് നിക്ഷേപിക്കുക. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പൈസ നമ്മൾ ബാങ്കിൽ ഇട്ടോ, കുറേ കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒന്നും ഇടാതെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ വിഡ്രോൾ സ്ലിപ്പ് എഴുതിയാൽ നമുക്ക് പണം കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുടുംബാംഗങ്ങൾക്കിടയിൽ തമ്മിൽ സ്നേഹത്തിൻ്റെതായ ഒരു ബോക്സ് സൃഷ്ടിക്കുക. സ്നേഹം നമുക്ക് നിക്ഷേപിക്കുക. സ്നേഹം, അംഗീകാരം, വിശ്വാസം, അഭിനന്ദനം ഇതെല്ലാം നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതായത് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ. പിന്നെ സ്നേഹത്തിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. സ്നേഹം എന്നാൽ ഓയിൽ എന്നൊരർത്ഥമുണ്ട്, അല്ലേ? എണ്ണ. അതായത് ചില യന്ത്രഭാഗങ്ങൾക്ക് അത് തേയ്മാനം പറ്റാതിരിക്കാനും തകരാറ് വരാതിരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്നതാണ് എണ്ണ എന്ന് പറഞ്ഞാൽ, അല്ലേ? അതുപോലെ കുടുംബജീവിതത്തിലെ ചില പിരിമുറുക്കങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ സംഘർഷപൂരിതമായ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സംഘർഷം കുറയ്ക്കാനായിട്ട് നമുക്ക് സ്നേഹം എന്നൊരു ലേപനം, ഒരു എണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്നേഹമുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള തർക്കങ്ങളെയും നമുക്ക് ശാന്തമാക്കാനായിട്ട് സാധിക്കും. എടുത്തുചാട്ടം കുറയുകയും ചെയ്യും. അപ്പോൾ സ്നേഹം എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം അവിടെ വളരെ വളരെ ആണ്. ജീവിതത്തിൽ സംഘർഷം കുറയ്ക്കാനായിട്ട് ഈ ഒരു ലേപനം അത്യുത്തമമാണ് എന്നുള്ളതാണ്. അതുപോലെ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളൊരു പഞ്ചസാര കുപ്പി പോലെ അടച്ചു വെക്കേണ്ടതൊന്നല്ല. പഞ്ചസാര കുപ്പിയിൽ പഞ്ചസാര വെളിയിലെടുത്താലേ അതിൻ്റെ മാധുര്യം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് പ്രകടിതമാവേണ്ടതാണ്. സ്നേഹം പ്രകടിപ്പിച്ചില്ല എങ്കിൽ അതിന് യാതൊരു ഫലവുമില്ല. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. സ്നേഹം ചിലപ്പോൾ ചില സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് സ്നേഹം എന്നടിക്കുക. യഥാർത്ഥത്തിൽ അത് ഉപരിതലം മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്പെട്ട വർത്തമാനങ്ങൾ പറയുക, ഇതെല്ലാം ഉപരിതലം മാത്രമാണ്. ഒരു വ്യക്തിയുടെ ഉള്ളെറിഞ്ഞ് സ്നേഹിക്കുക. ചില വ്യക്തികളൊക്കെ കാണാം സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും. ജീവിത പങ്കാളിയുടെ ഇടയിൽ തന്നെ സ്നേഹം കൊടുത്താലും പക്ഷെ നമുക്ക് പെട്ടെന്നത് അനുഭവവേദ്യമാകണമെന്നില്ല. ആ വ്യക്തിക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അത് അത്രയും ഒരു പരിശീലനം കുടുംബജീവിതത്തിൽ ചിലപ്പോൾ
കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സ്നേഹം ഉള്ളിലുണ്ടാവാം, പക്ഷെ അത് മനസ്സിലാക്കാനോ പരിഹരിക്കാനോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു കുടുംബത്തിലെ സ്നേഹം വർദ്ധിപ്പിക്കേണ്ട പല മാർഗങ്ങളൊക്കെ ഉണ്ട്. ഒരു ടൂറ് പോവുക, അത് മാച്ചായിട്ടല്ല, നമ്മുടെ ഫാമിലിയായിട്ട് തന്നെ ടൂർ പോകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്വകാര്യത ലഭിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അപ്പോൾ അവരുടെയും കൂടി ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഒരു സ്വകാര്യത അവിടെ നഷ്ടപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഫാമിലി ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് അറേഞ്ച് ചെയ്യുന്നത് കുടുംബജീവിതത്തിൻ്റെ അന്യോന്യത എന്നൊരു ഭാഗത്തിന് നമുക്ക് വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും. സ്നേഹവും അംഗീകാരത്തിൻ്റെയും കാര്യത്തിനെ കുറിച്ചുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അതായത് ഏതൊരു വ്യക്തിക്കും സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ ആ സ്നേഹം സ്വീകരിക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് സ്വീകരിക്കുന്നതും കൂടി അറിഞ്ഞാൽ മാത്രമേ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുകയുള്ളൂ. ചില വ്യക്തികൾ അത് കൊടുക്കുന്ന അളവിൽ കിട്ടില്ല, ചിലപ്പോൾ തീരെ തന്നെ കിട്ടാത്ത ഒരു അവസരം ഉണ്ടാവുകയും ചെയ്യും. ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ചെയ്യുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യപ്പെടുന്നോ ഒന്നും ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്താൽ അവിടെ സ്നേഹം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ദമ്പതികൾക്കിടയിൽ തന്നെ ചിലപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്ന ഒരുപാട് പ്രകൃതങ്ങളുള്ളവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇവിടെ ഒരു സംഭവം നമുക്ക് ഒന്ന് വിശദീകരിക്കാം. അതായത് ഈ സ്നേഹത്തിൻ്റെ വിതരണം അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ഉള്ളറിഞ്ഞ് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു സംഭവമാണ്. ഒരു പെൺകുട്ടി വളരെ തിരക്കിട്ടില്ല, കാണാനൊക്കെ നല്ല ഒരു പെൺകുട്ടിയാണ്. സുമുഖനായ ഒരു പുരുഷനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചയാൾ, ഈ പുരുഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ മിക്കവാറും തിരക്കായിരിക്കും അല്ലേ. അങ്ങനെ ആ തിരക്കിൽപ്പെട്ടുള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ ഭാര്യയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും എന്തെല്ലാം കാര്യങ്ങൾ അവൾക്ക് ആവശ്യമുണ്ട്, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് എന്ന് തിരക്കാൻ അദ്ദേഹത്തിന് മിക്കവാറും സമയം ഉണ്ടാവുകയില്ല. ബിസിനസ്സിന് തിരക്കിൽപ്പെട്ട് വരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ ഭാര്യയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യയും എന്നാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ മോശമാണ്. ഭാര്യയെ അടുത്തിരുത്തി സംസാരിക്കാനോ അവളുടെ പകൽ ദിവസത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥ. ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ അവർ തമ്മിൽ വാക്കുതർക്കവും വഴക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുന്നില്ല. ഭർത്താവ് ഇവിടെ വന്നാലും ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ ഓഫീസിൽ നിന്ന് വരാൻ ചിലപ്പോൾ താമസിക്കും, വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോയിരിക്കുകയായിരിക്കും. പല ബിസിനസ് മീറ്റിങ്ങിലും പങ്കെടുക്കുകയും ചെയ്യും. ഒരുപാട് താമസിച്ചാണ് വീട്ടിൽ എത്തുന്നത്. ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥ സംജാതമാവുകയാണ് ചെയ്യുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു പരിധിയിലായി. ആ ഇടയ്ക്ക് ഈ പെൺകുട്ടി ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് പരിചയപ്പെട്ടു. ഈ ഓട്ടോ ഡ്രൈവറുടെ പ്രത്യേകത, ഇവരെ കയറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് അവരുമായിട്ട് ഒരുപാട് സംസാരിക്കും. അവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധയോടെ കേൾക്കും, ആശ്വസിപ്പിക്കും, ഡ്രസ്സിനെ കുറിച്ച് അഭിനന്ദിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ക്രമേണ അതൊരു അടുപ്പമായിട്ട് വളരുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഭാര്യയെക്കുറിച്ചുള്ള അയാൾ പറയുന്ന പല കാര്യങ്ങളും അവൾക്ക് വളരെ ആശ്വാസപ്രദവും ശാന്തിയും ഒക്കെ നൽകുന്നുണ്ട്. സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒരു പ്രത്യേകത അവൾ അയാളിൽ കണ്ടു. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മനസ്സിൽ മറ്റൊരാഗ്രഹം ഉണ്ടായി. ഭർത്താവിനെ ഒഴിവാക്കി ഇദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചാലോ എന്ന്. പക്ഷേ സമുദായം എന്തു പറയും, സമൂഹം എന്തു പറയും, അതോർത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും ഒരു ഉപായം പറഞ്ഞു വെച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഭർത്താവിനെ നമുക്കൊന്ന് ഇല്ലാണ്ടാക്കാം. സത്യത്തിൽ അവൾ ഞെട്ടിയെങ്കിലും പക്ഷേ അവൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സന്തോഷകരമായ ജീവിതത്തെ ഓർത്തിട്ട് അവൾ അതിന് അനുകൂലമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരും കൂടി ഒരു സിദ്ധൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ സിദ്ധൻ എന്ന് പറയുമ്പോൾ അവർ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു 3 മാസത്തേക്ക് ഞാനൊരു മരുന്ന് തന്നുവിടാം. അത് അത്താഴത്തിൻ്റെ ഭക്ഷണത്തിൽ ചേർത്തിട്ട് ദിവസവും ഭർത്താവിന് നൽകുക. അപ്പോൾ ക്രമേണ അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതായത് യാതൊരു തരത്തിലുള്ള സംശയങ്ങളുമില്ലാതെ സ്വാഭാവികമായി മരണപ്പെട്ടു എന്ന രീതിയിൽ ആക്കാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു പൊടിയാണ് തന്നിരിക്കുന്നത്. ഇത് 3 മാസത്തേക്ക് ഏകദേശം 90ഓളം പൊതികളുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഇത് ഉപയോഗിക്കണം. സ്വയം ഉപയോഗിക്കരുത്, അദ്ദേഹം കാണരുത് എന്നിത്യാദി നിർദ്ദേശങ്ങളൊക്കെ നൽകി. പോകാൻ നേരത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഇത് നൽകുമ്പോഴത്തേക്ക് അദ്ദേഹം അറിയരുതല്ലോ, അദ്ദേഹം നമ്മളിങ്ങനെ ഒരു ശ്രമം നടത്തുന്നൊന്നും അറിയരുതല്ലോ.
ഇത് കൊടുക്കുന്ന ആ ദിവസം മുതൽ ഈ 3 മാസത്തേക്ക് വളരെ സന്തോഷകരമായിട്ട് അദ്ദേഹത്തിനോട് ഇടപെടും. യാതൊരു പരിഭവമോ പരാതിയോ ഇല്ലാതെ അദ്ദേഹം എന്തു പറയുന്നതോ അത് കേൾക്കുക. അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോൾ അടുത്തിരുന്നിട്ട് അദ്ദേഹം പറയുന്നത് കേൾക്കുക, നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക, അങ്ങനെ ഷെയർ ചെയ്യുക. അങ്ങനെ വളരെ സ്നേഹമിശ്രിതമായിട്ട് ഈ 3 മാസത്തോളം നിങ്ങൾ കഴിയണം. ഏതെങ്കിലും ഒരു കാരണവശാൽ വീണ്ടും അടുക്കലേക്ക് വന്നാൽ ഈ മരുന്ന് ഫലിക്കില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്നും കൂടി പറഞ്ഞു കൊടുത്തു. അവൾക്ക് വളരെ സന്തോഷം. 3 മാസമല്ലേ ഉള്ളൂ. 3 മാസം വളരെ സന്തോഷമായിട്ട് പെരുമാറാം. അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുമല്ലോ. മറ്റ് തെളിവുകളൊന്നും ഇല്ലാതെ ഇയാളെ നശിപ്പിക്കുകയും ചെയ്യാമല്ലോ എന്ന് ചിന്ത ഉണ്ടായി. പിറ്റേ ദിവസം മുതൽ അത് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുവാനായിട്ട് തുടങ്ങി. വളരെയധികം സ്നേഹത്തോടു കൂടി ഭക്ഷണം കൊണ്ടുവന്ന് നോക്കുമ്പോൾ അടുത്തിരിക്കുക, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വിളമ്പി കൊടുക്കുക, ഓഫീസ് കാര്യങ്ങളിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായെന്ന് അങ്ങോട്ട് ചോദിക്കുക, ആശ്വാസപ്പെടുത്തുക, സാരമില്ല, പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറയുക, ഒരുമിച്ച് ശയിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ നല്ലൊരു സഹകരണം ഉണ്ടാകുക, അദ്ദേഹം പറയുന്നതിനെ എതിർക്കാതിരിക്കുക, പരാതികൾ ഉപേക്ഷിക്കുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. കുറച്ച് നാൾ അങ്ങനെ പോയി. ഒരാഴ്ചയായി, 2 ആഴ്ച, ഒരു 3 മാസം, 3 മാസമല്ല, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. ഈ 3 മാസത്തിനിടയിൽ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഇയാൾക്ക് വളരെ അത്ഭുതം ഉണ്ടാക്കി. അപ്പോൾ ഇയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. തിരിച്ച് അയാളും ഭാര്യയുമായിട്ട് ഇരിക്കാനായിട്ട്, സംഭാഷണം ചെയ്യുവാനായിട്ട് ഒക്കെ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരിലും സ്നേഹം വളർന്നു വന്നു. 1 മാസമായപ്പോൾ തന്നെ അവർ വളരെയധികം സന്തോഷവതിയായിട്ട് കാണപ്പെട്ടു. എൻ്റെ ഭർത്താവ് വളരെ നന്നായിട്ട് എന്നോട് പെരുമാറുന്നല്ലോ എന്നുള്ള ചിന്താഗതി. ഭർത്താവിനും അതുപോലെ തന്നെയാണ്. പഴയ രൂപത്തിലല്ലല്ലോ, വളരെ സ്നേഹമായിട്ടും സന്തോഷകരമായിട്ട് എന്നോട് ഇടപഴകുന്നല്ലോ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിനും ഉണ്ടായി. അപ്പോൾ അവരുടെ സ്നേഹം അവിടെ തളർത്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവൾ വിചാരിച്ചത്, അയ്യോ, ഈ ഭർത്താവിനെ ആണല്ലോ ഞാൻ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. ഇതൊരിക്കലും അനുവദനീയമല്ലല്ലോ. എനിക്ക് ഡ്രൈവറെക്കാളും കൂടുതൽ കാമ്യം ഇദ്ദേഹം തന്നെ. കാരണം വരുമാനമുണ്ട്, നല്ല സുന്ദരനാണ്. ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു മധുരമൂറുന്ന വർത്താനം കിട്ടി ഞാൻ വെറുതെ പോയാൽ ശരിയാവില്ല ഒരു ബോധം അപ്പോഴാണ് ഉപയോഗിച്ചത്. 2ാമത്തെ മാസമായപ്പോൾ ഈ പെൺകുട്ടി ഈ സിദ്ധനെ ചെന്ന് കണ്ടു. സിദ്ധനോട് പറഞ്ഞു, അങ്ങ് തന്നിരിക്കുന്ന പൊതിയിൽ വിഷമായിരുന്നല്ലോ. അപ്പോൾ അത് എന്തെങ്കിലും ഒരു വിഷമോ അല്ലെങ്കിൽ മറുവൃതിയോ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് ഒഴിവാക്കി എൻ്റെ ഭർത്താവിനെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനുള്ള എന്തെങ്കിലും വിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ് അങ്ങനെ വരാൻ കാര്യം? ഇപ്പോൾ എൻ്റെ ഭർത്താവിനോട് വളരെ നന്നായിട്ട് പെരുമാറുന്നു. അതെന്തുകൊണ്ടാണ്? നീ അങ്ങോട്ട് നന്നായിട്ട് പെരുമാറിയില്ലേ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും ഇങ്ങോട്ട് അതുപോലെ പെരുമാറിയത്. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ തന്നത് വെറുതെ ഒരു പൊടി മാത്രം, യാതൊരു തരത്തിലുള്ള വിഷവും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടി ഭയപ്പെടേണ്ട, ഇതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ, അദ്ദേഹത്തിന് യാതൊന്നും സംഭവിക്കില്ല, നിങ്ങളുടെ കുടുംബജീവിതം വളരെ മനോഹരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മൾ ഉള്ളറിയണം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ തന്നെ സ്നേഹം കിട്ടണമെന്നില്ല. ചിലർക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചോളം കുടുംബജീവിതത്തിൽ നിന്നും സ്നേഹം അനുഭവിക്കാനും അത് പകരാനും പ്രകടിപ്പിക്കാനും ഒന്നും ഒരു ശീലം ഉണ്ടായിരുന്നില്ല. അച്ഛനും വലിയ ബിസിനസ്സുകാരനായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ സാധിച്ചത്. ഇതാണ് നമ്മുടെ അന്യോന്യതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാലം പോലെ സ്നേഹവും അംഗീകാരവും ബഹുമാനവും ഒക്കെ വരയ്ക്കുക. അതുപോലെ അടുത്ത ഒരു പോയിന്റ് പരസ്പര വിശ്വാസത്തിൻ്റെതാണ്. ദമ്പതികൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരസ്പര വിശ്വാസം എന്നത്. സംശയം വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. സംശയം തന്നെ 2 തരത്തിലുണ്ട്. സാധാരണ സംശയമുണ്ട്, സംശയ രോഗവുമുണ്ട്. സംശയ രോഗം വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം കുട്ടിച്ചോറാകാൻ മറ്റ് ഒന്നും ആവശ്യമില്ല. അത് കുട്ടികളുള്ള സമയത്താണ് ഈ സംശയരോഗം ഉണ്ടാകുന്നതെങ്കിൽ വളരെ ഗുരുതരമായ ഒരു ഭവിഷ്യത്ത് അവിടെ ഉണ്ടാകുന്നതാണ്. ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഇത് സംശയരോഗം പ്രധാനമായിട്ട് മുളപൊട്ടുന്നത് ശരിയായ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാഞ്ഞിട്ടാണ്. നമ്മൾ ഒരു പിരമിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സെഗ്മെൻ്റാണ് അണ്ടർസ്റ്റാൻഡിങ്. പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ അവരുടെ പ്രതികരണം എന്താണ്, അവരുടെ ആശയം എന്താണ്, ചിന്താഗതി എന്താണെന്ന് ഒരു മനസ്സിലാക്കൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അവിശ്വാസമോ സംശയമോ ഒന്നും ഉണ്ടാവുകയില്ല. ഒരു ശരിയായുള്ളൊരു നിരീക്ഷണം അതിന് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെക്കുറിച്ചുള്ള മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ചില കേസുകളിലൊക്കെ ചില ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാം. ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അത് നമ്മുടെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിരുന്നതാണ്. ആ കുട്ടി കറുത്തതാണ്. ആ കുട്ടി വളരെ സുമുഖനായ ഒരു യുവാവിനെയാണ് വിവാഹം കഴിച്ചത്. ആ കുട്ടിക്ക് വിവാഹത്തിന് ശേഷം തന്നെ വല്ലാത്ത സംശയമാണ്.
എനിക്ക് നിറം കുറവാണ്, എന്നെ ഭർത്താവ് സ്വീകരിക്കുമോ, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകുമോ, ഞാൻ അദ്ദേഹത്തിന് അനുയോജ്യമല്ല എന്നൊരു ബോധം ആ പെൺകുട്ടിയുടെ ഉള്ളിൽ എങ്ങനെയോ കടന്നുകൂടി. ഇദ്ദേഹമാകട്ടെ അല്പം തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഇരിക്കാൻ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയുമായിട്ട് അധിക സമയം ഇരുന്ന് സംസാരിക്കാനൊന്നും സാധിക്കാത്ത അവസരങ്ങൾ കൂടിയാണ്. പലപ്പോഴും വൈകി വരുമ്പോഴത്തേക്കും ചോദ്യങ്ങളാണ്. എന്താണ് വൈകിയത്? എവിടെ പോയി? ആരുമായിട്ടാണ് സംസാരിച്ചത്? എന്തായിരുന്നു ഇടപാടെന്നൊക്കെ ഒരു അന്വേഷണം ഉണ്ടാവും. ഈ കുട്ടിയുടെ ഉള്ളിലുള്ള അപകർഷതാബോധം, നിറവുമായി ബന്ധപ്പെട്ട അപകർഷതാബോധം, അതിൻ്റെ പിന്നിലെ കഥകൾ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കാണ് ചൈൽഡ്ഹുഡ് ട്രോമ നമുക്ക് മനസ്സിലാകുന്നത്, വെളിവാകുന്നത്. ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു അനുഭവത്തെ നമുക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ അമ്മ എപ്പോഴും പറയും, ഇവൾ കറുത്തിട്ടാണ്, ഇവിടെ എങ്ങനെയാണ് ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക, ഒരാളുടെ കൈ കൊടുത്തു വിടുന്നു, ആര് ഇവളെ വിവാഹം കഴിക്കും, മറ്റേ സഹോദരൻ വെളുത്തിട്ടുമാണ്, അച്ഛൻ കറുത്തതായത് കൊണ്ടാണ് ഈ പെൺകുട്ടിയും കറുത്തതായത് എന്നുള്ള ധാരണയിലാണ്. ഇതിങ്ങനെ പലതവണ പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തപ്പോൾ അത് ഒരു കോർ ബിലീഫായിട്ട് ഈ പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ആഴത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിലീഫ് സിസ്റ്റം അവിടെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അത് വളരെയധികം തെറ്റായ ഒരു പ്രവണതയാണ്. ഇതൊരു ചൈൽഡ്ഹുഡ് ഡ്രോമ എന്ന് പറയാൻ സാധിക്കും. അത് നമ്മൾ ഈ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ ചെറിയ കുട്ടികൾക്ക് വൈകല്യം ഉണ്ടെങ്കിലോ മറ്റേ ഒന്ന് രണ്ട് സഹോദരന്മാരുടെ എന്തൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ഒന്നും പർവ്വതീകരിച്ച് സംസാരിക്കാൻ പാടില്ല. നിറത്തിൽ എന്താണ് കാര്യം, അല്ലേ? യാതൊരു കഥയില്ല. നിറം എപ്പോഴും മങ്ങാവുന്നതാണ്. നിറവത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിറമെന്ന് പറയുന്നത് കളർ, നിറവ് എന്ന് പറയുന്നത് ഹൃദയ ഗുണങ്ങളുടെ നിറവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ? യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് അതല്ലേ? സൗന്ദര്യം സബ്ജക്റ്റീവാണ്. സൗന്ദര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മാനദണ്ഡങ്ങളൊക്കെ വളരെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ നിറവ് എന്ന് പറയുന്നത് ഗുണങ്ങളുടെ നിറവ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിറം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതായി നമുക്ക് സാധിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ഇകഴ്ത്താനോ വിലകുറച്ച് കയറാനോ സാധിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കുടുംബത്തിൻ്റെ അന്യോന്യതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പ്രൈം ടൈമിംഗ്. പ്രൈം ടൈമിംഗ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാതിരിക്കാം. ഏകദേശം ഒരു 6 മണി മുതൽ 9 മണി വരെ, നമ്മളിപ്പോൾ ഒരു പ്രൈം ടൈമിലാണ് ഇരിക്കുന്നത്. 6 മണി മുതൽ 9 മണി വരെയുള്ള ഒരു സമയം വളരെ കുടുംബജീവിതത്തെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. ആ സമയത്താണ് നമ്മുടെ പ്രാർത്ഥന, ഭക്ഷണ സമയങ്ങൾ, ആശയങ്ങൾ വിനിമയം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ അവിടെ ഈ ഒരു സമയം ഇന്ന് സ്ക്രീൻ ടൈമാണ് അപഹരിച്ചുകൊണ്ട് പോകുന്നത്, അല്ലേ? ഇപ്പം നമ്മുടെ ഒരു മെമ്പേഴ്സിൻ്റെ ഗ്യാതറിങ്ങിനുള്ള ടൈം സ്ക്രീൻ ടൈം അപഹരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ സമയത്ത് സീരിയലുകൾ, കോമഡികൾ, മറ്റു തരത്തിലുള്ള ഭാഗങ്ങളെല്ലാം ടി വിയിൽ വന്നുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ മൊബൈൽ, കമ്പ്യൂട്ടർ എന്നിവ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പരസ്പരം അന്ന് പകലത്തെ പല കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്യാനോ, നമ്മുടെ അനുഭവങ്ങളിൽ വന്നിട്ടുള്ള നമുക്ക് അനുഭവപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒന്ന് തുറന്നു പറയാനും വൈകാരിക അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്ത് അത് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, പഠനം കഴിഞ്ഞ് വരുന്ന സമയത്ത് എത്ര പേർക്ക് കുട്ടികൾ എന്തൊക്കെ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർക്ക് പഠനപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നേ ഇല്ല. അവരുടെ പഠനപരമായ കാര്യങ്ങളിലുള്ള പോരായ്മകൾ, അവർ സ്കൂളിൽ അനുഭവിച്ച എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ അവർ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾക്കോ ലഹരിയോ അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. കുട്ടികൾ ഓരോ തരത്തിലുള്ള വ്യതിചലനങ്ങളിലേക്കും ദുഷിച്ച കൂട്ടുകെട്ടിലേക്കും പോകുന്നത് അങ്ങനെയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ അനുഭവങ്ങൾ നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് അത് കേട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദുഷിച്ച കൂട്ടുകെട്ടിൽ വന്നിട്ട് കുട്ടികളെ ശകാരിച്ചിട്ട് കാര്യമില്ല. അപ്പോഴല്ല ശിക്ഷിക്കേണ്ടത്. ശിക്ഷയും ശകാരവും ഒക്കെ വളരെ മിനിമം ആയിരിക്കണം. വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമേ ശിക്ഷയും ശകാരവും ഒക്കെ പാടുള്ളൂ. പകരം എന്താണ് ചെയ്യേണ്ടത്? അവരുടെ നല്ലതിൻ്റെ കാര്യങ്ങളെ അഭിനന്ദിക്കുക. സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് ഒരു പോസിറ്റീവായ നിലപാടാണ്. ശകാരമാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലാണെങ്കിൽ നിഷേധാത്മകമായ ഒരു നിലപാടായിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പോൾ ഏതായാലും കുട്ടികളുമായിട്ട് സംവദിക്കേണ്ട സമയത്ത്
നമ്മൾ ടി വിയുടെ മുമ്പിലും മറ്റു കാര്യങ്ങളിൽ പോകുമ്പോൾ കുട്ടികൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവരിലെ നന്മകളെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനൊക്കെ വളരെയധികം സമയം നമ്മൾ ഉപയോഗിക്കണം. അവർ വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. പഠിക്കാനുള്ള ഉപകരണങ്ങൾ, അതുപോലെ ഫീസ്, വാനിൻ്റെ ഫീസ്, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് മാത്രമല്ല ഒരു കുട്ടിക്ക് ആവശ്യം. അവരുടെ മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും വൈകാരികമായിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ആവശ്യമാണ്. അവർ ചെയ്യുന്ന ഓരോ കാര്യത്തെയും അഭിനന്ദിക്കുക എന്നുള്ളത് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അഭിനന്ദനത്തിൻ്റെ പ്രാധാന്യം വളരെ വളരെ ഏറെയാണ്. ഒരിക്കലും ഒരു സ്കൂളിൽ ഈ അഭിനന്ദനത്തിൻ്റെ പിന്നിൽ ചില പ്രത്യേക കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഒരു സംഭവം ഓർക്കാം. ഒരു സ്കൂളിൽ ഒരു ടീച്ചർ, പേര് വേണമെങ്കിൽ ഒരു ഇന്ദിര എന്നിരിക്കട്ടെ, ഒരു സാങ്കല്പികമാണ്. ഇന്ദിര ടീച്ചർ ഒരു ദിവസം കുട്ടികളെ വിളിച്ചിട്ട് ഓരോ കുട്ടികൾക്കും ഒരു റോസാപ്പൂ നൽകി. ആ റോസാപ്പൂ നൽകിയിട്ട് ഓരോരുത്തരോടും അവരവർ ചെയ്ത നല്ല നല്ല കാര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് തോളിൽ തട്ടി അഭിനന്ദിച്ചു. മോനെ, നീ ഇപ്രാവശ്യം കലോത്സവത്തിന് ചെയ്ത ആ ഒരു പാട്ട് അല്ലെങ്കിൽ അഭിനയം വളരെ നന്നായിരുന്നു, നല്ല മിടുക്കനാണ്, നീ ഈ രംഗത്ത് നീ നല്ല രീതിയിൽ വളരട്ടെ എന്ന് പറഞ്ഞ് ഒരു റോസാപ്പൂ കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 റോസാപ്പൂവും കൂടി നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ 3 റോസാപ്പൂവിൽ 3 റോസാപ്പൂവും ഓരോരുത്തർക്ക് നൽകണം. ഒരാൾക്ക് കൊടുത്തിട്ട് അയാളുടെ ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട്, കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് സംഭാഷണം ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. എന്നിട്ട് ബാക്കിയുള്ള 2 പൂവ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുവാനും പറയണം. അതുപോലെ വേറൊരു കുട്ടിക്കും പൂ നൽകി. അദ്ദേഹത്തിന് ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, നിന്റെ ഡാൻസ് വളരെ നല്ലതായിരുന്നു, നീ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം സ്കൂളിൽ നിനക്ക് എ ഗ്രേഡ് കിട്ടി എന്നിങ്ങനെയൊക്കെ സംസാരിച്ച് ആ പെൺകുട്ടിയുടെ കയ്യിലും ഇതുപോലെ 3 റോസാപ്പൂ കൊടുത്തു. ആദ്യം അഭിനന്ദിച്ചുകൊണ്ട് റോസാപ്പൂവും നൽകി. അപ്പോൾ ഈ 3 റോസാപ്പൂവും നേരത്തെ കുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് നൽകുകയും അയാളുടെ ഗുണഗണങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ പെൺകുട്ടി തൊട്ടടുത്തുള്ള സഹോദര തുല്യനായിട്ടുള്ള ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അദ്ദേഹം ഈ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല ഒരു അറിവുള്ള ഒരാൾ തന്നെയായിരുന്നു, നല്ലൊരു നന്മയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, അങ്ങ് എനിക്ക് നൽകിയ ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് പ്രയോജനപ്പെട്ടു, അങ്ങയുടെ ആ കഴിവിന് നന്ദിയുണ്ട്, കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു പൂവ് കൊടുത്തു. ബാക്കി 2 പൂവ് ഇതുപോലെ തന്നെ മറ്റൊരാൾക്ക് നൽകുവാനായിട്ടും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം ആകട്ടെ ഈ ഒരു പ്രശംസ കേട്ടിട്ട് മനസ്സിൽ നല്ല സന്തോഷമുണ്ടായി. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ ഒരു പൂവ് DYSPക്ക് കൊടുത്തു. DSP വളരെ ചൂടനാണ്. അദ്ദേഹം വളരെ അച്ചടക്കമൊക്കെ ഉള്ളതാണ്, എല്ലാവരോടും തട്ടിക്കയറുന്ന സ്വഭാവമൊക്കെയാണ്. വളരെ അല്പം മടിച്ചായിട്ടാണ് ഉള്ളിലേക്ക് കടന്നു ചെന്നത്. എന്നിരുന്നാൽ കൂടി വളരെ സ്നേഹത്തോടുകൂടി ഉള്ളിലേക്ക് കടക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തുകയൊക്കെ ചെയ്തു. അങ്ങ് വളരെ അച്ചടക്കമുള്ളവരാണ്, ജോലിയിൽ വളരെ കർമ്മനിരതനാണ്, ആ കഴിവുകൾക്ക് അങ്ങേക്ക് ഒരുപാട് അഭിനന്ദനമുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാനൊരു പൂവ്, ഒരു ഉപഹാരം താങ്കൾക്ക് തരികയാണ്, അത് എൻ്റെ ഒരു അഭിനന്ദനമായിട്ട് കരുതണം എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു അഭിനന്ദനം കേൾക്കുമ്പോൾ ആ പോലീസുകാരന് തന്നെ വളരെ അത്ഭുതമായി, അയാൾക്ക് വളരെ സന്തോഷമായി. രണ്ടാമതൊരു പൂവും കൂടി കൊടുത്തിട്ട്, സാറ് ഇതുപോലെ തന്നെ ഈ ഒരു പൂവ് മറ്റൊരാൾക്ക് കൂടി നൽകണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം ആ പൂവ് വാങ്ങിച്ചിട്ട് ആലോചിച്ചു, നമുക്ക് ആർക്കാണ് നൽകേണ്ടത്. ഉടനെ അദ്ദേഹത്തിന് തൻ്റെ മകൻ്റെ കാര്യം ആലോചിച്ചു. മിക്കവാറും മകനെ വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് സഹായിക്കുകയാണ് പതിവ്, പഠിക്കാത്തതിന് വേണ്ടിയിട്ട്, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയുന്നതിന് വേണ്ടിയിട്ടൊക്കെ വഴക്ക് പറയുമായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് മോനെ വിളിച്ചപ്പോൾ മോൻ അകത്തിരുന്ന് എന്തോ എഴുതുകയാണ്. സന്ധ്യസമയമാണ്, അകത്തിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മുറിക്കകത്തേക്ക് കടന്നിട്ട് അവൻ്റെ അരികത്തിരുന്നിട്ട് അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ, എല്ലായ്പ്പോഴും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു, നിന്റെ കഴിവുകൾ കണ്ടെത്തിയില്ല, നീ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല, പഠിക്കാത്തതിന് വേണ്ടിയിട്ട്, മാർക്ക് കുറയുന്നതിന് വേണ്ടിയിട്ട് നിന്നെ ഒരുപാട് ഞാൻ ശകാരിച്ചിട്ടുണ്ട്, അതെല്ലാം നീ മറക്കുക. അച്ഛൻ്റെ തൊഴിൽ അതാണ്, അച്ഛനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, കുറച്ച് റഫായിട്ട് എനിക്ക് പെരുമാറാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ നിന്റെ നന്മകൾ ഞാൻ മനസ്സിലാക്കുന്നു, ആ നന്മകൾ മനസ്സിലാക്കി അത് കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പൂ നീ സ്വീകരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തു. അവൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. സാധാരണഗതിയിൽ അച്ഛൻ വഴക്ക് പറഞ്ഞു മാത്രമേ കേട്ടിട്ടുള്ളൂ. വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ പാഠശാലയിലെ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം അവന് വളരെയധികം മാനസികമായിട്ടൊരു ഇതുണ്ടായി, എക്സാജറേഷൻ ഉണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യത്തിൽ.
അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ കുടുകുടാ വീണു. അപ്പോൾ ചോദിച്ചു, മോനെന്താ കരയുന്നത്? ആ പൂവ് സ്വീകരിച്ചിട്ട് അവൻ പറഞ്ഞു, അച്ഛാ, നിരന്തരമായ അച്ഛൻ്റെ ശകാരവും പീഡനവും കൊണ്ട് എൻ്റെ ജീവിതം മടുത്തുപോയി. ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരു കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അകത്ത്. അച്ഛൻ വളരെ വ്യഥയോടുകൂടി ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കി. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാൻ ഈ ലോകത്തിൽ നിന്നും വിട പറയുകയാണ്. അച്ഛൻ്റെ ശകാരവും യാതൊരു തരത്തിലുള്ള പരിഗണനയുമില്ലാതെ എൻ്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു. അങ്ങനെ കുറച്ച് വാചകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛന് വായിച്ചോടുകൂടി അച്ഛൻ്റെ കണ്ണിൽ നിന്നും വെള്ളം ഒഴുകാൻ തുടങ്ങി. രണ്ടുപേരും കെട്ടിപ്പിടിച്ചവിടെ കരയുകയാണ് ചെയ്തത്. അച്ഛൻ്റെ കാക്കി ഉടുപ്പ് മകൻ്റെയും അച്ഛൻ്റെയും തന്നെ കണ്ണീരുകൊണ്ട് കുതിർന്നു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ഇവിടെ സംഭവിച്ചത് എന്താണ്? ഒരു കുട്ടിയെക്കുറിച്ച്, ആ കുട്ടിയുടെ കൂടെ ചെലവഴിക്കാൻ അല്പസമയം കണ്ടെത്താതെ ഇരുന്ന ആ കുട്ടിയുടെ മനസ്സിലെ വികാരം എന്താണ്? അവൻ എന്താണ് ചെയ്യുന്നത്? നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലനം അവനിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതല്ലേ? ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവിച്ചിരിക്കേണ്ടായിരിക്കില്ല. ആലോചിച്ച് നോക്കുക. അപ്പം നമ്മൾ തീർച്ചയായിട്ടും പ്രൈം ടൈമിൽ നമ്മുടെ കുടുംബ അംഗങ്ങളോടൊപ്പം അല്പസമയം ഇരിക്കുവാനായിട്ട് ഒരു ശ്രദ്ധ കാണിക്കേണ്ടത് ആവശ്യമാണ്. അതിന് എന്ത് വില കൊടുത്താലും അങ്ങനെ ചെയ്യണം. ടി വിയിലെ പല കാര്യങ്ങളും സീരിയലുകളും ഒക്കെ ഉണ്ടാവാം. അതൊന്നും നമ്മുടെ ജീവിതത്തിനെ ഉയർത്താനായിട്ട് സഹായിക്കില്ല. ഭൂരിഭാഗവും നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാധാന്യം, നമ്മുടെ കുടുംബത്തിൻ്റെ സമസ്തത, അതിൻ്റെ അന്യോന്യത, ഇത് കീപ്പ് ചെയ്യാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ആശയം. മറ്റൊരു കാര്യം, സാറേ, സമയം നമുക്ക് 8:30 ക്ലാസ് ഉണ്ടോ ഇന്ന്? ഇല്ല സാർ, ഇല്ല. ഓക്കെ. രണ്ടാമത്തെ കുടുംബത്തിലെ നമുക്ക് നിലനിർത്താൻ അന്യോന്യതയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താരതമ്യം എന്ന് പറയുന്നത്. താരതമ്യം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ സഹോദരന്മാരെ തമ്മിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ തമ്മിലോ താരതമ്യം ചെയ്ത് സംസാരിക്കുന്നത് ആ വ്യക്തിയെ ഇകഴ്ത്തുന്നതിന് തുല്യമാണ്. നീ അവനെ കണ്ടുപിടിക്കുക, അപ്പുറത്തെ ബാബുവിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ രവിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സുജയെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് മറ്റു കുട്ടികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. കഴിവുകൾ, അവരുടെ ചിന്താരീതികൾ, അവരുടെ പെരുമാറ്റ ശൈലികൾ, ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടാകാം. ഒരാൾക്കും മറ്റൊരാളെ പോലെ ആകുവാൻ സാധ്യമല്ല. എൻ്റെ കുട്ടി A+ കിട്ടിയില്ല, B+ ഉള്ളൂ. പക്ഷെ അവന് വരയ്ക്കാൻ കഴിവുണ്ട്, പാടാൻ കഴിവുണ്ട്. അവയെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ താരതമ്യപ്പെടുത്തുകയല്ല. ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഇതുപോലൊരു താരതമ്യമുണ്ട്. നീ അപ്പുറത്ത് ഇന്ദിരയെ നോക്കി നടക്കുക, അവൾ എത്ര ഭംഗിയായിട്ടാണ് വസ്ത്രധാരണം ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. നീ ഇവിടെ കുടുംബത്തിൽ ചടഞ്ഞിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇങ്ങനെ ഭാര്യയോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്കും അവരുടേതായ ചില വ്യക്തിത്വങ്ങളില്ലേ? അതിനെ അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കാതെ പരസ്പരം താരതമ്യപ്പെടുത്തി അവരെ ഇകഴ്ത്തുകയും അവരുടെ മൂല്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ തർക്കങ്ങളോ വഴക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ അന്യോന്യതയ്ക്ക്, ഒരു പാരസ്പര്യത്തിന് ക്ഷതം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും താരതമ്യം അരുത്. അന്യോന്യതയെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് പരാതിയും പരിഭവവും. പല കുടുംബത്തിലും ഇതുപോലെ പരാതികളുള്ളവർ, നമ്മൾ വിചാരിച്ചത് നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ പെരുമാറുന്നില്ല എന്നിത്യാദി കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരു പരാതി പറയുന്നൊരു രീതിയിലേക്ക് മാറാനായിട്ട് പാടുന്നില്ല. ഒരു സന്ദർഭത്തിൽ പെരുമാറിയ പോലെ തന്നെ എല്ലായ്പ്പോഴും പെരുമാറുക എന്നുള്ളത് സാധ്യമല്ല. സ്നേഹം പ്രകടിപ്പിച്ചു, സ്നേഹം എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ പ്രകടിപ്പിക്കാൻ സാധിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ വിവാഹം കഴിച്ച ഇടയ്ക്ക് തമ്മിൽ വളരെയധികം സ്നേഹമായിരിക്കും അല്ലേ? അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്, ഒരിക്കലും കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ല. വളരെ അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഭാര്യയ്ക്കൊരു പരാതിയാണ്, ചേട്ടനിപ്പോൾ നേരത്തെ പോലെ പഴയതുപോലെ സ്നേഹമില്ല. ആദ്യകാലങ്ങളിലൊക്കെ വളരെ സ്നേഹമായിരുന്നു എന്ന് പറയും. ഇപ്പോഴെന്താണ് അങ്ങനെ സ്നേഹമില്ലാത്തത്? അടുത്തിരുന്ന് സംസാരിക്കുന്നില്ല, ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്നില്ല, എന്തെങ്കിലും തമാശകളൊക്കെ പറയാതെ ഒന്നുമില്ല. പണ്ട് പറഞ്ഞ ഏത് കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? ആദ്യകാലത്തെ സ്നേഹബന്ധം ദൃഢതരമാകുന്നതും ഈച്ചയും ചക്കരയും പോലെയൊക്കെ ആകുന്നതിൻ്റെ കാരണം ബന്ധലാവണ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ബന്ധലാവണ്യം എന്നാൽ ഡോപ്പമിൻ്റെ എഫക്റ്റാണ്. ഡോപ്പമിനാണ് സ്നേഹവും അംഗീകാരവും ഒക്കെ നൽകുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ആദ്യകാലത്ത് അതുണ്ടാവാം. ഈ ഡോപ്പമിൻ്റെ ഒരു പ്രത്യേകത, ഒരു 5-6 മാസം കഴിയുമ്പോൾ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കുറഞ്ഞാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതനുസരിച്ച് സ്നേഹവും കുറയും. മാത്രമല്ല, സ്ഥിരമായിട്ട് ഒരാളുമായിട്ട് ബന്ധപ്പെടുമ്പോഴത്തേക്ക് ആദ്യത്തെ ആ ഒരു പുതുമ നഷ്ടപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് നിലനിർത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നിലനിർത്താൻ സാധിക്കും, അത് മറ്റൊരു തലമാണ്.
എന്നിരിക്കലും നമുക്കതിനെ ഒരുപാട് കാലത്തേക്ക് അതുപോലെ നീട്ടിക്കൊണ്ട് സാധിക്കുകയില്ല. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വൈകാര്യത്തിൻ്റെയും ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ശരീരം എന്ന തലം ക്രമേണ മാറുന്നതായിരിക്കും. വൈകാരിക അവസ്ഥയിലേക്കും മാറാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പഴയപോലെ പെരുമാറുന്നില്ല എന്ന് പറയുന്നത് ആ ഉള്ളിലുള്ള ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അതുപോലെ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാകുന്നതെന്നറിയാമോ? പരസ്പരം ഇൻസൾട്ട് ചെയ്യും, കുറ്റപ്പെടുത്തും, മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾ അതിലേക്ക് വ്യാപരിക്കുന്നു, ഇവരേക്ക് വ്യാപരിക്കുന്നു എന്നുള്ളൊരു പരാതിയോ പരിഭവമോ ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പരാതിയെ ഒഴിവാക്കാനാണ് ചെയ്യേണ്ടത്. അതുപോലെ ഭർത്താവും പരാതി ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെ പലപ്പോഴും വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരുപാട് സമയം അപകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതായത് കൂട്ടുകാർ വന്നു, സാധാരണഗതിയിൽ വന്നു, എന്തെങ്കിലും കാര്യം സംസാരിച്ചു പോയി, കൂടെ വരികയും ഒരുപാട് സമയം അതിനകത്ത് ചെലവഴിക്കുകയും അവർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തമാശകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം അപകരിക്കുന്ന ഒരു സാഹചര്യം ഗ്രഹനാഥൻ ഉണ്ടാക്കാൻ പാടില്ല. കൂട്ടുകാരെ ആ ഒരു ലെവലിൽ നിർത്താനായിട്ട് സാധിക്കും. എല്ലാത്തിനും ഒരു അതിര് നിർണ്ണയിക്കണം. കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് ചെലവഴിക്കേണ്ടതാണ് എന്നൊരു വസ്തുത അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്ത അന്യോന്യതയിൽ വരുന്നത് വാല്യൂ ഓഫ് ദ സ്പൗസ്, അതായത് മൂല്യം നൽകുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അംഗങ്ങളുണ്ടാവാം, അതുപോലെ നമ്മുടെ സ്പൗസ് ജീവിത പങ്കാളികളുണ്ടാവും. അവർക്ക് മൂല്യം കൊടുക്കുന്ന രീതിയിൽ വേണം സംഭാഷണം ചെയ്യാനായിട്ട്. സ്വന്തം വളർച്ച, ചില ഭർത്താക്കന്മാർ എങ്ങനെയാണ് പല ഉയരങ്ങളിലേക്ക് എത്തും, എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം, ധാരാളം പണം സമ്പാദിക്കും, എന്നിട്ട് കുടുംബത്തിലെ ഭാര്യയെ ഒരു അടിമയെ പോലെ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഭാര്യയ്ക്ക് എന്താണ് മൂല്യം? യാതൊരു തരത്തിലുള്ള മൂല്യവും ഉണ്ടാവുകയില്ല. അപ്പം അങ്ങനെ മൂല്യം വരത്തക്ക രീതിയിൽ അവരെ കൂടി ഒപ്പം വളർത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം. കഴിവില്ലാത്തവരായി ആരുമില്ല. അപ്പോൾ അവരുടെ കഴിവ്, വാസന എന്നിവയെ മനസ്സിലാക്കി ഒപ്പം കൂടെ കൂട്ടാൻ ഒരു സാഹചര്യം കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. നീ അത് ചെയ്താൽ ശരിയാവില്ല, നിനക്ക് അതിനുള്ള കഴിവുണ്ടോ എന്നിത്യാദി രീതിയിൽ പറയാതെ അവരെ ഒപ്പം വളർത്തുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ മറ്റ് സ്ത്രീകളുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ പുകഴ്ത്തുക, ഭാര്യയെക്കുറിച്ച് യാതൊന്നും പറയാതെ അവരെ പുകഴ്ത്തുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? സ്വന്തം ഭാര്യയ്ക്കും മൂല്യം നൽകണം. ഒരു മിനിറ്റ്, മഴ ഇവിടെ നല്ലൊരു മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ നാളുകളായിട്ട്. അപ്പോൾ നമ്മുടെ അംഗങ്ങൾക്കുള്ളിൽ പരസ്പരം മൂല്യം നൽകുക എന്നൊരു വസ്തുത നാം വിസ്മരിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. ഇനി നമ്മുടെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും, സന്തുലിത അവസ്ഥ. സന്തുലിത അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾ നമ്മൾ പരസ്പരം പഴിചാരി ആരുടെയെങ്കിലും തലയിൽ ഉത്തരവാദിത്തം കയറ്റി വയ്ക്കാതെ ആ പ്രശ്നത്തെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് കടല് ഇളകുന്ന പോലെ ഒരു വൈകാരികമായ വിക്ഷോഭമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ ഇരിക്കും. അപ്പോൾ ആ വികാരങ്ങളെ നിയന്ത്രണാധീനമായിട്ട് കൊണ്ടുപോകാതെ തിരിച്ച് ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? വെറുതെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്ത് ആരുടെയെങ്കിലും തലയിൽ ഉത്തരവാദിത്തം കയറ്റി വെച്ച് അല്ലെങ്കിൽ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയല്ല വേണ്ടത്. പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ റെസിലിയൻസ് പവർ എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ അനുഭവം, ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഒരു നേരെ വഴിയിലേക്ക് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ഉണ്ടായിരിക്കണം. അതായത് ഒരു പരിഹാര ചിന്തയാണ് അവിടെ ആവശ്യം. പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വഷളാക്കാതെ എത്രയും പെട്ടെന്ന് പരിഹാരത്തിനുണ്ടാക്കുകയും ആ കുടുംബജീവിതം ശാന്തമായ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. റെസിലിയൻസ് പവർ അങ്ങനെ ചെയ്യണം. മറ്റൊരു കാര്യം കാരണങ്ങളുടെ പരിക്രമം, സർക്കുലർ കാഷ്വാലിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പലപ്പോഴും ചില പെരുമാറ്റ വൈകല്യങ്ങളുണ്ടാകും. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ പുറകെ വരുമ്പോൾ പ്രശ്നങ്ങളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇങ്ങനെ പകരുകയും കൂടി ചെയ്യും. ഒരു സ്ഥലത്തോ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ ഒക്കെ ഒരു സംഭവം ഉണ്ടായി, അനിഷ്ടകരമായ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ വ്യക്തി
വേറൊരു സന്ദർഭത്തിൽ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ അനിഷ്ടകരമായൊരു മാനസികാവസ്ഥ അത് മറ്റു വ്യക്തിയിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ആ അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. ഓരോ വ്യക്തിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. ഉദാഹരണത്തിന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ആ ഭക്ഷണത്തിൽ ഒരു മുടി കളർന്നു വന്നിരിക്കട്ടെ. അപ്പോൾ ഭർത്താവിന് ദേഷ്യം വരും അല്ലേ? ഭാര്യയെ വഴക്ക് പറയുകയോ ഒരടി കൊടുക്കുകയോ ഒക്കെ ചെയ്തെന്നിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഭാര്യ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷേ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ എന്ത് ചെയ്യും? ഭർത്താവിനെ തിരിച്ചടിക്കാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന ഒരു കുട്ടിയുടെ തലക്കെട്ട് കിഴിക്കട്ടെ, വേഗം പോകും, വണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് അവിടെ ആ ഒരു ദുരനുഭവം ആ കുട്ടിയിലേക്ക് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടി എന്ത് ചെയ്തു? തിരിച്ച് അമ്മയെ തല്ലാൻ പറ്റില്ല. ആ കുട്ടി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പട്ടിയെ കണ്ടു, പട്ടിയെ കല്ലെടുത്തെറിഞ്ഞു. അപ്പോൾ ആ കാരണങ്ങൾ അവിടെ ആവർത്തിക്കുകയാണ്, പരിക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. പട്ടിക്ക് ഏറ് കൊണ്ടപ്പോഴത്തേക്ക് പട്ടി എന്ത് ചെയ്തു? ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളുടെ കാലിൽ പിടിച്ചു. അപ്പോൾ അവിടെ ഒരു പ്രകോപനം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബൈക്കുകാരൻ എന്ത് ചെയ്തു? അദ്ദേഹം വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ വലിയ തിരക്ക്. ഡോക്ടർ ശ്രദ്ധിക്കുന്നില്ല, നേഴ്സ് ശ്രദ്ധിക്കുന്നില്ല, അദ്ദേഹത്തിന് പോകാൻ തിരക്കുണ്ട്. അപ്പോൾ ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും ഈ കാരണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് എങ്ങനെയൊക്കെയോ ഡ്രസ്സ് ചെയ്ത് TT എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മയുടെ മകൻ തട്ടിക്കയറി. ഡോക്ടർ തട്ടിക്കയറാൻ കാരണം എന്താണ്? ആ രോഗി വന്നിട്ട് പട്ടി കടിച്ച ആ രോഗി വന്നിട്ട് അയാൾ തട്ടിക്കയറുന്ന അനുഭവമാണ്. ഇത് കാരണത്തിന്റെ ഒരു പരിക്രമമാണ്. എന്നാൽ ബുദ്ധിമതിയായ അമ്മ മകനോട് ശാന്തമായിട്ടിരിക്കാൻ പറഞ്ഞു. പകരമായിട്ട് ഒന്നും പറഞ്ഞില്ല. അല്പസമയം ശാന്തമായപ്പോൾ അത് ഈ ചാക്രിയമായ ഒരു ദേഷ്യം രേഖീയമായി എന്ന് പറഞ്ഞാൽ അവിടെ മുറിക്കപ്പെട്ടു. അല്ലെങ്കിൽ അമ്മയിൽ നിന്നും വീണ്ടും മറ്റൊരാളിലേക്ക് പകരും. അങ്ങനെ ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, അന്യോന്യതയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ എന്നൊരു സംഭവം കുടുംബത്തിൽ സംഭവിക്കാം. എന്താണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 മൂല, അല്ലെ? 3 മൂല ഫോം ചെയ്യാറുണ്ട്. നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പിരിമുറുക്കം ഉണ്ടാവും. ഈ പിരിമുറുക്കത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ട് വേറൊരു വസ്തുവിനെയോ സാഹചര്യത്തെയോ വ്യക്തികളെയോ ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് ട്രയാങ്കിൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാകാം, അല്ലെങ്കിൽ മൊബൈലാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ ആ 2 പേരായിട്ട് വഴക്കിട്ട് വരുമ്പോൾ ഉടനെ മൊബൈൽ എടുത്ത് ദൂരെ മാറിയിരുന്ന് മൊബൈൽ സ്ക്രോൾ ചെയ്ത് കളിക്കുന്നു. അങ്ങനെ അവസ്ഥ അതും ട്രയാങ്കുലറാണ്. അതുപോലെ കുട്ടികളോടും പറയും. കുട്ടികളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കും. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി, അവർ തമ്മിൽ പിണക്കമാണ്. പിന്നെ ഉപയോഗിക്കുന്നത് കുട്ടികളെയാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയും അച്ഛനോട്, അച്ഛനോട് പറ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, ഭക്ഷണം റെഡിയായി എന്ന് പറയും. അമ്മയോട് അച്ഛനോട് പറയാൻ വേണ്ടി പറയും. അവിടെയും ട്രയാങ്കുലേഷനാണ്. അപ്പോൾ അച്ഛൻ തിരിച്ച മക്കളോട് പറയും, ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോയെന്ന് അമ്മയോട് പറയാം. ഇതും ട്രയാങ്കുലറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ അനാരോഗ്യകരമാണ്. മൂന്നാമതൊരു വ്യക്തിയെ നമ്മുടെ പിരിമുറുക്കം കുറയാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് തെറ്റായ കാര്യമാണ്. തുറന്നു പറയുകയും എന്തെല്ലാം വൈകാരിക അനുഭവങ്ങളുണ്ടെങ്കിലും അത് പരസ്പരം പൊറുക്കാനും ഒക്കെ സന്നദ്ധമാകുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു 45-50 ഒക്കെ വയസ്സാകുമ്പോൾ മെനോപോസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ അവർക്ക് ഉണ്ടാവാറുണ്ട്. ദമ്പതിക്രിയകളിൽ താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭർത്താവിനത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഭാര്യ ഇത് അറിയുന്നുമില്ല. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഭർത്താവ് അത്തരം കാര്യങ്ങൾക്കായിട്ട് മാർഗപ്രവേശം സംഭവിക്കും, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായി? പരസ്പരം അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ, അവർക്ക് ആവശ്യങ്ങൾ ഒന്നും തുറന്നു പറയാതെ കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് ഇത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞ് മാറലാണ്. ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മമുണ്ട്, ഭർത്താവിന് ഭർത്താവിൻ്റെ ആയ ധർമ്മവുമുണ്ട്. ആ ഓരോ ധർമ്മവും അവരവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇത് ഈ കർത്തവ്യത്തിൽ നിന്നും അല്ലെങ്കിൽ ധർമ്മത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ട്രയാങ്കുലേഷൻ എന്നുള്ളൊരു കാര്യം കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. 3 മൂലകൾ ഉണ്ടാക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിച്ച് അന്യോന്യം പകരുകയും പങ്കുവയ്ക്കുകയും
സ്നേഹമൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്താൽ കുടുംബജീവിതം വളരെ ധന്യമാകുന്നതാണ്. അപ്പോൾ സമയം 8:20 നമുക്ക് ഇവിടെ നല്ല മഴയായതുകൊണ്ട് ശബ്ദം അത്രയ്ക്ക് ഇത് ശരിയാവുന്നില്ല. ഏതായാലും ഈ ഭാഗത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം മറ്റൊരു അവസരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. ഏതാണ്ട് 8:30 അടുക്കുന്നുണ്ടോ, മറ്റുള്ളവർക്കും ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരാം. നമുക്കിനി സമയം അനുസരിച്ചിട്ട് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ സാറേ? മറ്റുള്ളവർക്ക് പങ്കെടുക്കാൻ കേട്ടോ. സാറ് പോയെന്ന് തോന്നുന്നു. സർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ തീർച്ചയായിട്ടും. സാറിന്റെ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പോവാണ്. അതേപോലെ സാർ പറഞ്ഞു ഇതിന് മുന്നേ 2 ക്ലാസ്സുകളും കൂടി കേൾക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. 1017 1087 സാർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു സാർ. ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ആശ്രയ ദോഷം എന്നുള്ള കാര്യം സാർ പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ അമ്മേനെ കൊണ്ടൊക്കെ തോന്നിയിട്ടുണ്ട് ആ കാര്യം. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മയായിരിക്കും കുക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ചിലപ്പോ അത്രയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അപ്പൊ അമ്മ വയ്യാതെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ സമയത്ത് അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റി സാർ പറഞ്ഞപ്പോ. പിന്നെ അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആശയങ്ങള് കുത്തിക്കയറ്റാൻ പാടില്ല എന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആശയങ്ങൾ കുത്തിക്കയറ്റി സംസാരിക്കാൻ പാടില്ല. അപ്പൊ അതും എൻ്റെ അടുത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ ഞാൻ മോനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, സ്കൂളിൽ നിന്ന് വിട്ടു വന്നപാട് ഞാൻ പറയും, അക്ഷി വാതിലടക്ക്, ചെരുപ്പ് അയച്ചു വെക്ക്, സോക്സ് അയക്ക്, ബാഗ് എടുത്തിട്ട് ടേബിളിന്റെ മുകളിൽ വെക്കുന്നു. അപ്പൊ അവൻ പറയൂ, നീ എന്താമ എല്ലാം ഒരുമിച്ച് പറയുന്നത്, നീ ഒറ്റക്കൊറ്റക്ക് പറയരുതോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറയും. അപ്പൊ ഹസ്ബൻഡും പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഈ മറ്റേ കിലുക്കം പറഞ്ഞ സിനിമയില് രേവതി നമ്മളെ തിലകനോട് പറയുന്ന പോലെയാണ്, ഈ അരി വെള്ളത്തിലിടുമ്പോഴേ പറഞ്ഞത് വെള്ളം കാച്ചാൻ വേണ്ടിട്ട് പറഞ്ഞൊരു സീനുണ്ട്. അപ്പൊ അതേപോലെ പറയാന്ന് പറയും. അപ്പൊ അത് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റി സാർ. അതേപോലെ ഒരു ബിസിനസ്സുകാരന്റെ വൈഫിന്റെ കഥ പറഞ്ഞു, പിന്നെ ഒരു ഇന്ദിര ടീച്ചറുടെ കഥ പറഞ്ഞു. അതെല്ലാം സാങ്കല്പിക കഥയാണെങ്കിലും സാർ അതൊക്കെ വളരെ ഭംഗിയിൽ അവതരിപ്പിച്ചു തന്നു. അതുപോലെ സമസ്തതയെ കുറിച്ച് പറഞ്ഞു. നമ്മള് ഒരു ഫാമിലിയുടെ മൊത്തം വളർച്ചയാണ് അത്യാവശ്യം. ഒരു വ്യക്തിയുടെ വളർച്ച എന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മളെ കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമ്മളൊരു ഗോളമായിട്ടാണല്ലോ സങ്കല്പിക്കുന്നത്. മൊത്തം ആൾക്കാരുടെ ഒരു വളർച്ചയാണല്ലോ അവിടെ വേണ്ടത്. അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കി തന്നു. അതുകൂടാതെ പല കാര്യങ്ങളും എനിക്ക് തോന്നുന്നു കണ്ടന്റ് റിച്ച് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നി. അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു സാർ. താങ്ക് യു സോ മച്ച്. അപ്പൊ വളരെ മനോഹരമായിട്ട് സെഷൻ എടുത്തു തന്നതിന് സാറിന് ഒരുപാട് നന്ദി പറയുകയാണ്. താങ്ക് യു സാർ. ഹലോ, താങ്ക് യു സാർ. എൻ്റെ പേര് വിൻസെന്റ്. ഞാൻ സാറിൻ്റെ ക്ലാസ് ആദ്യത്തെ കേൾക്കണം. ഇതിനു മുമ്പ് കേട്ടതിന് മുഴുവൻ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പേരെന്താ സാറേ ഞാൻ പറയുന്നത്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാൻ മ്യൂട്ടിലായിരുന്നു. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ പറഞ്ഞ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. കാരണം വളരെ ക്ലിയർ ആയിട്ടുള്ള സ്വരത്തിൽ, നല്ല മലയാളത്തിൽ, നല്ല ഉച്ചാരണത്തിൽ സാർ പറഞ്ഞപ്പോൾ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു കാര്യം എനിക്ക് ഒരു ഇതുള്ളൂ, ഈ സാറ് പറഞ്ഞ ആ ഒരു കുടുംബ ജീവിതത്തിന്റെ കാര്യം പറഞ്ഞില്ല, ഭർത്താവോ ഭാര്യ. ഇതിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇന്നത്തെ തലമുറ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിക്കാർ ആയിട്ടുള്ള കുടുംബങ്ങളാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഈ പറഞ്ഞ പോലെ പ്രൈം ഫാമിലി ടൈമിനോ ഇല്ലെങ്കിൽ അതുപോലത്തെ ചില കാര്യങ്ങൾക്ക് നമുക്ക് സമയം കിട്ടാറില്ല എന്നുള്ള ഇന്നത്തെ കാലത്ത്. ഭർത്താവ് ജോലി ചെയ്യുന്നു, ഭാര്യ ജോലി ചെയ്യുന്നു, രണ്ടുപേരും വളരെ ലേറ്റ് അവേഴ്സാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് കുട്ടികളെ നോക്കാനോ, കുട്ടികളുടെ കൂടെ ഇരിക്കാനോ, കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനോ അവർക്ക് ചിലവ് സാധിച്ചെന്ന് വരുന്നില്ല ഇന്നത്തെ കാലത്ത്. അത് നമ്മളെ പണ്ടത്തെ ബന്ധവും ഇപ്പോഴത്തെ കാലമായിട്ട് വ്യത്യാസമുണ്ട്. പണ്ട് ഭർത്താവ് ജോലി ചെയ്ത് ഭാര്യ വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോഴാണ് നമ്മൾ ഭാര്യയെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഭാര്യയോട് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ചില പോരായ്മകൾ ഭർത്താവിൽ വരുന്നത്. ഇപ്പൊ അതില്ല, രണ്ടുപേരും ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് രണ്ടുപേർക്ക് സമയമില്ല കുട്ടികളെ നോക്കാനാണ്.
കുട്ടികളുടെ കൂടെ ഇരിക്കാനായിട്ട്, കുട്ടികളുടെ പ്രൈം ടൈം ചെലവഴിക്കാനായിട്ട്. ആ സമയത്താണ് കുട്ടികളുടെ ആ അവരുടെ മാനസികാവസ്ഥയിലും അവരുടെ വളർച്ചയിലും ശരിക്കുള്ള ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ചില പോരായ്മകൾ സംഭവിക്കാറുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ സാറിനോട് പറഞ്ഞത്. അതുപോലെ സാർ നേരത്തെ അതിന് മുമ്പ് പറഞ്ഞു നമ്മളുടെ ഓരോ ആൾക്കാർ പെരുമാറേണ്ട രീതി എല്ലാവരോടും ഇതുപോലെ ഒന്ന് ചെയ്തു തരാമോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാണ്. ഞാൻ ജംഷഡ്പൂരായിരുന്നു, അവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരു വെള്ളം നമ്മുടെ പ്യൂണിനോട് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അവിടെ ഹിന്ദിയിലാണ് പാനിയിലേക്ക് അയ്യേക അങ്ങനെ പറയുന്നത്, കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെ ഞാൻ കണ്ടാൽ ഒരു പോരായ്മ, നമ്മൾ എത്രമാത്രം എളിമയോട് നമ്മുടെ സബോർഡിനേറ്റ്സിനോട് അല്ലെങ്കിൽ വളരെ താഴ്ന്ന സബോർഡിനേറ്റ്സ് സംസാരിക്കുന്നോ അവർക്ക് നമ്മളോടുള്ള വില അല്ലെങ്കിൽ നമ്മളോട് ബഹുമാനം കുറയാണ് ഞാൻ കണ്ടത്. അവിടെ എടുത്ത് പറയേ പനിയിലേക്കാവോ എന്ന് പറയുന്ന ഒരാളോട് പേടിച്ച് ഉടനെ കൊണ്ടു കൊടുക്കും. ഞാൻ പറഞ്ഞ പനിയിലേക്ക് ആയില്ല എന്ന് പറഞ്ഞ അവരേക്കോ സാറിന് എന്നെ കൊണ്ട് കൊടുത്താലും മതി. അങ്ങനെ ഒരു ഇത് കണ്ടിരുന്നു. അങ്ങനെയുള്ള ഇത് കൊണ്ടുവരും. ഇപ്പൊ ഞാൻ എൻ്റെ വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ എഴുതിയിരിക്കുന്നത് യുവർ ഹംബിൾനെസ് മേ ബി ട്രീറ്റഡ് ആസ് യുവർ വീക്ക്നെസ് ബട്ട് സ്റ്റിൽ ബി ഹംബിൾ. യുവർ ഹംബിൾനെസ് മേ ബി ട്രീറ്റഡ് ആസ് യുവർ വീക്ക്നെസ് ബട്ട് സ്റ്റിൽ ബി ഹംബിൾ ആണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും അത് പ്രാവർത്തികം ആവണില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. പക്ഷെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ പറയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാറേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പരമാവധി ഹമ്പിളായിട്ടാണ്. പക്ഷേ ഒരു പ്യൂണോ അല്ലെങ്കിൽ നമ്മുടെ സബോർഡിനേറ്റ് സ്റ്റാഫോ തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇവിടെ നമുക്ക് 3 ഭാവങ്ങൾ, മനുഷ്യപ്രകൃതിയിൽ സാത്വികം, രാജസികം, താമസികം 3 ഭാവങ്ങളുണ്ട്. അതിൽ ദേഷ്യം എന്ന് പറയുന്നത് സൗമ്യമായിട്ട് നമുക്ക് ദേഷ്യപ്പെടാൻ സാധിക്കും. നമ്മുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് ദേഷ്യപ്പെടാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് പ്യൂണിനോട് പറഞ്ഞു, അത് കൊണ്ടുവരാൻ താമസിച്ചെങ്കിൽ തീർച്ചയായിട്ടും വഴക്ക് പറയാം. പക്ഷെ അത് ആ ഒരു അനുഭവം മനസ്സിൽ നിലനിർത്തരുത്. പിന്നീട് അയാളെ അടുത്ത് വിളിച്ചിട്ട് അയാളുടെ കാര്യത്തിന് വേണ്ടി സഹായിക്കുകയും അയാൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുകയും ഓഫീസ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനൊരു അകലമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞൊരു ലിമിറ്റ്, ഒരു ബൗണ്ടറി ഉണ്ട്. ഏത് റിലേഷനും ഒരു ബൗണ്ടറി ഉണ്ട്. അതാണ് അവിടെ നമുക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഫ്ലോപ്പ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹമ്പിൾ ആകുമ്പോഴത്തേക്ക് നമ്മളതിന് വിധേയമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട നമ്മുടെ അതോറിറ്റി. ഇപ്പോൾ ഒരു ഓഫീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഓഫീസിലെ ടോപ്പ് ഓഫീസ് ഹെഡ് ആണെങ്കിൽ സപ്പോർട്ട് സ്റ്റാഫിനെ നിലയ്ക്ക് നിർത്തണം. തീർച്ചയായിട്ടും നമ്മുടെ തലയിൽ കയറാൻ അനുവദിക്കാൻ പാടില്ല. അത് ആ സന്ദർഭത്തിൽ വേണം നമുക്ക്. അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് അതാണ്. ഒരു ബൗണ്ടറി നിശ്ചയിച്ചിട്ട് നമ്മൾ താഴേണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും. ഉദാഹരണത്തിന്, ഈ ഒരു ഓഫീസ് ഹെഡ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യം കൊടുക്കുന്നതിന് ഓഫീസ് ഹെഡിന് കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? അതിനെ പ്യൂണേ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നയത്തിലും തന്ത്രവും ഒക്കെ നമ്മുടെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരും. അയാളും വ്യക്തി തന്നെയാണ്. അയാളുടെ ശരീരത്തിലും നമ്മുടെ ശരീരത്തിലും രക്തം തന്നെയാണ് ഒഴുകുന്നത്. അപ്പൊ അയാളെ വഴക്ക് പറയുകയല്ല ചെയ്യേണ്ടത്. വഴക്ക് പറയുന്നത് അത് അരുതായ്മ, ഒരു ഓഫീസിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വഴക്ക് പറയേണ്ടത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന അവസരത്തിൽ ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ ജീവിതമാണോ വലുത്, നമ്മുടെ ജീവിതമാണോ വലുത് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ ചിന്തിക്കുന്ന ഒരു പ്രത്യേക കാര്യം, ഈ കുടുംബിനികൾ ജോലിക്ക് പോയതോടുകൂടിയാണ് കൂടുതൽ കുടുംബ രംഗങ്ങൾ അല്പം വഷളായി എന്ന് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് ഞാനതിനെ എതിർക്കുകയല്ല. ജോലി ആവശ്യം തന്നെയാണ്, വരുമാനം ആവശ്യം തന്നെയാണ്, അതിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ 1 വയസ്സോ 2 വയസ്സോ ആകുമ്പോഴത്തേക്ക് ഫോറിനിൽ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അമ്മ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് യാതൊരു വില ഉണ്ടാവില്ല. കാരണം ഇന്റിമസി ഇല്ല. അപ്പൊ നമ്മൾ ഒരു ദൃഢമാകുന്നവരെ കുട്ടികളുടെ കൂടെ നാം ഉണ്ടായിരിക്കണം. സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും കുട്ടികളുമായിട്ട് സംവദിക്കുക. അവരെ ഒന്ന് മടിയിലിരുത്തിയിട്ട് ഒന്ന് തലോടുക. അവരുടെ പകലത്തെ വിശേഷങ്ങൾ അന്വേഷിക്കുക. അച്ഛനും അമ്മയ്ക്കും ജോലി തിരക്കായതുകൊണ്ടാണ് മോനെ കുറച്ചു നേരം. അപ്പോൾ എല്ലാ ദിവസവും വർക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞായറാഴ്ച ദിവസം കൂടുതൽ സമയം അവരുമായിട്ട് ചെലവഴിക്കുകയും സന്തോഷമായിട്ട് ചോദിക്കുകയും ചെയ്യും. കുറച്ചൊക്കെ മുതിർന്നു വരുമ്പോൾ കുട്ടികൾക്ക് സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് പ്രായോഗികമായിട്ട് ചിന്തിക്കണം. വരുമാനം മാത്രമല്ല, ഈ വരുമാനം കൊണ്ട് നമ്മുടെ കുടുംബത്തെ സന്തുഷ്ടമാക്കാനും ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാനും ഗ്രഹനാഥനും ഗ്രഹനാഥയും ഒരുമിച്ച് വർത്തിക്കണം എന്നുള്ളതാണ് കുറേയൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ശരി. താങ്ക് യു സർ.
സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞു. സാറിന്റെ ക്ലാസ് സാബു സാർ ഇല്ലെന്ന് തോന്നുന്നില്ല. സാബു സാറ് സാബു സാറ് സാബു സാറിനോടും സാറിനോടും നന്ദി പറയുന്നത്. കാരണം സാർ ഒരുപാട് കാര്യങ്ങൾ പറയും. ശരിക്കും പറഞ്ഞാൽ ഇത് 2 ദിവസം എടുക്കേണ്ട ക്ലാസ് ഒറ്റ ദിവസം കൊണ്ട് നല്ല രീതിയിൽ എടുത്തു സാറ്. അത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിൽ തന്നെ മാറ്റം, എല്ലാവർക്കും മാറ്റം വേണം. മാറ്റം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ സാറ് പറഞ്ഞ പോലെ ഓരോ വ്യക്തിയും മാറ്റം കാര്യങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ചെയ്യണം. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സ്വഭാവത്തില് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ സോൾവ് ചെയ്യണം പറഞ്ഞിട്ട്. അത് പറയുമ്പോൾ സാറ് പറഞ്ഞ രീതിയിലുള്ള ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ആ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുക, അവിടെ സ്പേസ് കൊടുക്കുക, കുട്ടികൾക്ക് പറയാനുള്ള സ്പേസ് കൊടുക്കുക, അല്ലാതെ രക്ഷിതാക്കൾ മാത്രം പറഞ്ഞിട്ട് കാര്യം നടത്തിക്കൊണ്ടുവരാൻ. പിന്നെ ഈ പറയുന്ന മാജിക് വേർഡ്സ്, അത് ഇവിടെ മാത്രമേ നമ്മളെ നാട്ടിൽ മാത്രമേ അതില്ലാതെയുള്ളൂ. പുറത്തെ കൺട്രിയിലെല്ലാം പോയാൽ കുട്ടികളോട് പറയും എന്തെങ്കിലും സോറി പറഞ്ഞില്ലെങ്കിൽ പറയാം, നീ മാജിക് വേർഡ് പറഞ്ഞില്ല അല്ലേന്ന് പറഞ്ഞിട്ട് നോട്ടി കോർണറിലെല്ലാം നിർത്തിയേക്കും. അപ്പൊ അതിൽ തന്നെ താങ്ക് യു, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തെല്ലാം പറയുന്നുണ്ട് അവിടുത്തെ കുട്ടികൾ. അതുകൊണ്ട് മോള് ചോദിക്കലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ചെറുപ്പതും അല്ലാതെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹസ്ബൻഡ്, അല്ലാതെ തന്നെ നമ്മളെ വീട്ടിലെല്ലാരും മാജിക് വേർഡ് പറയുന്നവരാണ് സാർ. ഈവൺ ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇപ്പം ഫാനിന്റെ സ്വിച്ചിന്റെ അടുത്താണ് ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫാൻ ഇടോ പ്ലീസ്, ആ പ്ലീസ് അവിടെ ഉണ്ടാവും. അതുപോലെ ഫാൻ ഇട്ട് കഴിയുമ്പോ ഇടുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ ഉടനെ താങ്ക് യു പറയും. അത് ശീലിച്ചു പോയി. അത് ചെറുപ്പത്തിലെ നമുക്ക് അടിച്ചതും കോൺവെന്റിലായതുകൊണ്ടായിരിക്കും അത് ഇപ്പോഴും എല്ലാവരോടും അങ്ങനെ. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് കാർ പഠിക്കുമ്പോ ഇടയ്ക്കിടെ ഞാൻ തെറ്റുമ്പോ സോറി പറയുമ്പോ ആ മാഡാനോട് ചോദിച്ചു, അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടെ ഈ സോറി പറയും? ഞാൻ പറഞ്ഞു സോറി, അതിനും സോറി പറഞ്ഞു. അങ്ങനെയാ എന്റെ ശീലങ്ങള്. പിന്നെ അമ്മമാർക്കുണ്ടാവുന്ന മാനസിക പ്രശ്നം അത് തുറന്നു പറയുന്ന, അതായത് മക്കളോട് തുറന്നു പറയണം. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൽ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുമ്പോ ഈ ജോലി 5 മണിക്ക് കഴിഞ്ഞാൽ 7 മണിക്കങ്ങ് മോൻ ഇവിടെ എത്തിയിരിക്കണം എന്നുള്ള കാര്യം തുറന്നങ്ങോട്ട് പറഞ്ഞേക്കണം. എന്നാ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ അവന്റെ ഒരു കോൾ ഇങ്ങോട്ട് വന്നിരിക്കും, അമ്മേ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവും. അപ്പൊ അമ്മമാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ കളികളിൽ ഏർപ്പെട്ടാന്ന് പറഞ്ഞാൽ വീടുകളിൽ ക്യാരം ബോർഡോ അല്ലെങ്കിൽ ചെസ് ബോർഡോ എന്തോ കളിക്കുന്നതിന് എല്ലാരും കൂട്ടുകൂടുക. അല്ലാതെ ഒരാൾ TV കാണുമ്പോ ഒരാൾ മൊബൈൽ എടുത്ത് കളിക്കുക, മറ്റാള് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു നല്ല പ്രവണത അല്ല. പിന്നെ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അവരറിയാതെ വിഷ് ചെയ്യുന്നതിന് മുന്നേ തലേദിവസം മേടിച്ചു കൊണ്ടുപോയിട്ട് രാവിലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോ അതിങ്ങനെ കൊടുക്കുമ്പോ അവർക്കുണ്ടാകുന്ന ആ സന്തോഷം ഉണ്ടല്ലോ. കാരണം എന്റെ ആ പിറന്നാള് അറിയുകയും ചെയ്യാ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കൊണ്ടു തന്നു. അത് ഈവൻ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമുള്ള അച്ഛനും അമ്മക്കും ഒക്കെ വാങ്ങിക്കൊടുക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നു സാറ് ടൂറിന്റെ പറയുമ്പോ സാറ് പറഞ്ഞു നമ്മൾ മാത്രമാണെങ്കിൽ ടൂർ പോകുമ്പോ സ്വകാര്യത വേണം. അത് സുതാര്യത എന്നുള്ള വേർഡ് സാറ് മാറ്റി പറഞ്ഞു പോയതോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സാർ ഉദ്ദേശിച്ച സുതാര്യതയാണോ? അങ്ങനെയാകുമ്പോ ഒരു സുതാര്യത ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആണോ പറഞ്ഞത്? സ്വകാര്യത എന്നുള്ള വാക്കാ സാർ അവിടെ ഉപയോഗിച്ചത്? അതെ, സ്വകാര്യത തന്നെയാണ്. കാരണം ആണോ? സ്വകാര്യത തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഞാൻ വിചാരിച്ചു സുതാര്യമായിട്ട് പറയാന്നുള്ള രീതിയിൽ. ഓക്കെ സാർ, ദാറ്റ്സ് ഓക്കെ. പിന്നെ ഈ സ്നേഹപ്രകടനങ്ങള് ഒന്ന് നല്ല കാര്യം ചെയ്യുമ്പം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫ്രണ്ടിനെ കാണുമ്പോഴോ അല്ലെ മക്കൾ എവിടെ പോയിട്ട് വരുമ്പോ ഒന്ന് ഹഗ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പോഴും ചിലവർക്ക് അങ്ങനെ വിചാരമുണ്ട് സാറേ, കുറച്ച് വലുതായ കുട്ടികളെ ഉമ്മമ്പക്കാൻ പാടില്ല, ഹഗ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാ പ്രായത്തിലും ഹഗ് ചെയ്യുക. അങ്ങനെ ദേഷ്യം ഉണ്ടെങ്കിൽ അതുപോലെ സാറ് പറഞ്ഞ ഭർത്താവിന്റെ കൂട്ടുകാർ വരുന്നത് വലിയ പ്രശ്നമാണ് ചില വീടുകളിൽ. കാരണം മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപിക്കാൻ വേണ്ടിയിട്ട് മദ്യപിക്കുമ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഭാര്യ. എന്നിട്ട് അതെടുത്തടി, വെള്ളം ഇങ്ങോട്ട് അടിക്കടി, ഗ്ലാസ് ഇങ്ങോട്ട് അടിക്കടി എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിക്കാരിനെ പോലെ പെരുമാറുക. ആ സമയത്ത് തന്നെ ഇവളെ ഇങ്ങനെയാണ്, ഇവളെ കുടുംബം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ എപ്പോഴും ദേഷ്യമായിരിക്കും. അവര് തമ്മിലുള്ള ഒരു മാനസിക പ്രശ്നം ഉണ്ടാവും അവിടെ. അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ ട്രയാങ്കിൾ, അത് സാർ പറഞ്ഞ വേണ്ട, അതായത് ഞാനും പറയുന്ന അതാണ്. ട്രയാങ്കിൾ വേണ്ട. കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ അപ്പൊ വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഈ ട്രയാങ്കിൾ വരിക സാറേ. കാരണം വീട്ടിലെ ഭാര്യയും ഭർത്താവും ദേഷ്യം വന്നപ്പോ പറയാൻ പേടി, ഭാര്യക്കാണെങ്കിൽ ദേഷ്യം, അല്ലെങ്കിൽ ഭർത്താവിന് ദേഷ്യം ഉണ്ടാവില്ല. അപ്പം
അച്ഛനോട് ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് വേണ്ട. കാരണം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാ, തീർന്നു, അവിടത്തേക്ക് തീർന്നു. പിന്നെ മെനപ്പോസിന്റെ കാര്യം പറയുമ്പം അത് ഭാര്യക്ക് അങ്ങനെ മെനപ്പോസ് ഉണ്ടെങ്കിൽ ഭർത്താവ് അത് ആ പ്രായത്തിനനുസരിച്ചിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞിരിക്കണം സാറേ, എന്നാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. മെനപ്പോസ് എന്തായാലും ഉണ്ടാവുമ്പം അവർക്ക് പല തരത്തിലുള്ള വിഷമം ഉണ്ടാകുമ്പോൾ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. ചൂടെടുക്കുന്ന പോലെയാവും, നല്ല ആവി എടുക്കുന്ന പോലെയാവും, പിന്നെ എന്തെല്ലോ പ്രശ്നം ഉണ്ടാവും മെനപ്പോസ്. അപ്പൊ അത് അറിഞ്ഞിട്ട് പെരുമാറുക. അന്നേരം അത് അറിഞ്ഞ് പെരുമാറാതെ ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇതാകുന്നത് അത് ശരിയല്ല. കാരണം ഭാര്യനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് അറിഞ്ഞും കൊണ്ട് അവർ അക്ഷമനായിട്ട് കാത്തു നിൽക്കുക. അത് മറന്നവരെ. പിന്നെ ഇന്റിമേസി പറഞ്ഞ് രണ്ടുപേർക്കും വേണം. അതുപോലെ സാറ് പറഞ്ഞ ഒന്നിനോട് മാത്രം എനിക്ക് ലാസ്റ്റ് പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ല സാറേ. കാരണം രണ്ടുപേരും ജോലിക്ക് പോകുന്നത് അത്ര ശരിയല്ല. പണ്ട് കാലങ്ങളിൽ ജോലിക്ക് പോകുന്നത് ശരിയല്ല. ഇപ്പൊ ജീവിതം രണ്ടറ്റം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ജോലി രണ്ടുപേർക്കുണ്ടെങ്കിലേ മക്കളെയൊക്കെ പോറ്റാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ജീവിതം സോറി സാർ, എന്റെ അഭിപ്രായം പറയുന്നു. അങ്ങനെ രണ്ടാളും ജോലിക്ക് പോകുമ്പം അത് ഭാര്യയും ഭർത്താവും ഒരുപോലെ വീട്ടിലെ കാര്യം, മക്കളുടെ കാര്യം പങ്കിടുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല. കാരണം രാവിലെ ജോലിക്ക് പോകുമ്പോൾ അടുക്കളയിൽ ഭർത്താവ് ഒന്ന് കഷ്ണം മുറിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, തേങ്ങ ചിരവി കൊടുക്കാനോ മറ്റും പോവുക, അത് സഹായിക്കുക. അല്ലാതെ അവളെല്ലാം വീട്ടിൽ ഉള്ള കാര്യം ചെയ്യട്ടെ, ഞാൻ പത്രം നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ഇരുന്നിട്ട് മക്കളെ കാര്യമൊന്നും വൈകുന്നേരം വന്നിട്ടാണെങ്കിലും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പോകുക, അങ്ങനല്ല. രണ്ടുപേരും ഒത്തിട്ട് നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് പോകുന്നത് ഒരു പ്രശ്നമായിട്ട് വരില്ല. മക്കളെ വൈകുന്നേരം സ്നേഹിക്കാനും പറ്റും, അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റും. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. നല്ല ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞത്. ഒരുപാട് താങ്ക്സ് സാറേ. താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും റെസ്പോൺസ് ചെയ്യാനോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാബു സാർ കുറച്ച് നേരമായിട്ട് കാണുന്നില്ല, എവിടെയാണെന്നറിയില്ല. ഇപ്പൊ രമാദേവി മാഡം പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രമാവതി സാറേ, സോറി രമാവതിയാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കുക എന്നുള്ള അല്പം ദുഷ്കരമായ കാര്യം തന്നെയാണ്. കാരണം ചെലവുകൾ വർദ്ധിക്കുന്നു, ആനുപാതികമായിട്ട് വരുമാനം ഉണ്ടാകാത്തൊരു സാഹചര്യം, കുട്ടികളുടെ പഠിത്തത്തിന്റെ ചെലവ് വളരെയധികം കൂടുതൽ തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു വശം കൂടി ആലോചിക്കേണ്ടതാണ്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ കൂട്ടുകുടുംബത്തിൽ കുടുംബങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു, ഒരു നൂലിൽ പോലത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. കാരണവന്മാർ പറയുന്ന രീതിയിൽ നിൽക്കുക, കുട്ടികളെയൊക്കെ കാരണവന്മാർ നോക്കും, ഓരോരുത്തരും ചില പണിക്ക് പോയിട്ടുണ്ട്. സ്ത്രീകൾ പൊതുവെ ഇന്നത്തെ പോലെ പണിക്ക് പോകുന്നത് കുറവായിരുന്നു. പക്ഷെ ഇന്ന് അവരും കൂടി പണിക്ക് പോകുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? കിട്ടുന്ന വരുമാനത്തിന് ഒരു ഓഹരി ഡോക്ടർക്കല്ലേ കൊടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉണരേണ്ട സ്ത്രീ ശാക്തീകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അവർക്ക് തൊഴിലും ആവശ്യം തന്നെയാണ്. ആ തൊഴിലിന് അനുയോജ്യമായിട്ട് വീട്ടിലും ചെയ്യാവുന്ന ജോലികളുണ്ടാവാം. അതുപോലെ ഒരുപാട് അകലത്തിലല്ലാതെയുള്ള ജോലിയാണെങ്കിൽ കൂടുതൽ അനുയോജ്യമായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബജീവിതത്തിലെ ഗാർഹിക കാര്യങ്ങളിൽ പുരുഷന്മാരും കൂടി ചേർന്ന്, അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗാർഹിക കാര്യങ്ങളിൽ കഷ്ണങ്ങൾ നുറുക്കി കൊടുക്കുക, അവളെ സഹായിക്കുക, അവളുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൂടെ നിന്ന് കൊടുക്കുക, പാത്രം കഴുകുന്നത് സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒട്ടൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. വരുമാനം മാത്രമല്ല ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നമുക്ക് ഉണ്ടാകണം. കാരണം കാശ് കൊടുത്താൽ സന്തോഷവും സമാധാനവും സ്നേഹവും കിട്ടുകയില്ല. കുട്ടികളുടെ കൂടെ ചെറുപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു 10 വയസ്സിനുള്ളിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അമ്മമാര് ജോലിക്ക് പോകാതിരുന്നാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ പോകേണ്ട സാഹചര്യം വരാം, അത് വേറെ കാര്യം തന്നെ. കാരണം എന്ന് വെച്ചാൽ ആ സ്നേഹം എന്താണെന്നും കുടുംബത്തിൽ നിന്ന് ആർജിക്കേണ്ട സംസ്കാരം, പെരുമാറ്റ ശീലങ്ങൾ മുതലായവയെല്ലാം അത് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ കുടുംബത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് അവർക്ക് ലഭിക്കാതെ പോകും. കൊച്ചന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ ആയയുടെ അടുത്തോ ഒക്കെ കുഞ്ഞിനെ ആക്കിക്കൊണ്ട് പോകുമ്പോൾ ആ കുഞ്ഞിന്റെ സംസ്കാരത്തിന് എന്താ സംഭവിക്കുന്നത്?
വളരെയേറെ വികലമായിട്ട് വരും. പല ജോലികളിലെ അമ്മമാരുടെയും മക്കള് ഈ ലഹരിക്ക് അടിമയായി പോകുന്നത് അതുകൊണ്ടാണ്. അവർക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആയയാണ്. ഒരു സ്നേഹത്തോടുകൂടി അമ്മ അടുത്തിരുന്ന് ഭക്ഷണം കൊടുക്കുന്നതും ആയ കൊടുക്കുന്നതും അല്ലെങ്കിൽ വേലക്കാരി കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറേയൊക്കെ മാറി ചിന്തിക്കേണ്ട ആവശ്യമാണ്. പ്രായോഗിക തലത്തിൽ വെച്ച് നോക്കുമ്പോൾ മാഡം പറഞ്ഞതിനോട് യോജിക്കേണ്ടതായും വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സമദൂരം പാലിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാവുന്നത്. ചിലരൊക്കെ ഭാഗ്യവാന്മാരാണ്, വീടുകളിൽ അവർക്ക് മറ്റ് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ട്, സ്ത്രീകൾ ജോലിക്ക് പോയില്ലെങ്കിൽ കഴിയാൻ പറ്റുന്നുണ്ട്, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ജോലിക്ക് പോകുമ്പോൾ കുറച്ച് സമയം, കിട്ടുന്ന സമയമെങ്കിലും കുട്ടികളുമായിട്ട് ചെലവഴിച്ചാൽ സ്നേഹവും വാത്സല്യവും ഒക്കെ അങ്ങോട്ടും നുകരാനായിട്ട് സാധിക്കും. അത്തരം കുട്ടികൾ ഒരിക്കലും വഴിവഴിച്ച് പോകില്ല. അതെൻ്റെ സ്ട്രോങ് ആയി പറയാൻ അനുഭവം തന്നെയാണ്. ഇത് ലഭിക്കാതെ കൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിൽ നിന്നും സുഖവും സന്തോഷവും സമാധാനവും കിട്ടിയാൽ പിന്നെ ഇതിനെ ലഹരിയുടെ പുറകെ പോകുന്നത് ഒരാവശ്യവുമില്ല. അപ്പോൾ വീടുകളിൽ അത് ലഭിക്കത്തക്ക സാഹചര്യം പരസ്പരം ഉണ്ടാക്കണം. അതിനുവേണ്ടി രക്ഷിതാക്കൾ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അതിനുവേണ്ടി ഒരു പ്ലാനിങ് തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ മാഡം, അങ്ങനെ ഒരു സാറേ അതിൽ തന്നെ സാറേ അതിൽ ഞാനത് ഞാൻ ജോലി ചെയ്തതിന്റെ, അതായത് ഞാൻ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരുന്നു, അതിന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് പിന്നെ കുട്ടികൾ ഇപ്പം SSLC കഴിഞ്ഞിട്ട് ഓരോ സർട്ടിഫിക്കറ്റ് ചേർക്കുമ്പോഴും ഈ ആൺകുട്ടികളെക്കാളും പിന്നെ പഠിത്തം കൂടുതലുള്ളത് പെൺകുട്ടികൾക്ക് തന്നെ. അവരാണ് കൂടുതൽ പഠിച്ച് PG ഒക്കെ അധികം എടുത്തിട്ടൊക്കെ വരുന്നത്. അപ്പം ആദ്യം കല്യാണത്തിന് കുട്ടികൾ അന്വേഷിക്കുമ്പോൾ തന്നെ ആദ്യം അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവള് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ചോദിക്കുമ്പോൾ എന്നെ ജോലിക്ക് വിടും, എന്നാൽ മാത്രം കല്യാണം കഴിക്കുന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ജോലിക്ക് വിടുന്ന പറഞ്ഞ കേസിലാണെങ്കിലും ചിലത് സംഭവിക്കുന്നത് ഇപ്പൊ വാക്കാൽ പറയുന്നതല്ലേ സാറേ, വാക്കാൽ പറയുമ്പം അവിടെ എത്തിക്കഴിയുമ്പോ അങ്ങനെ ജോലിക്ക് വിടാത്ത കേസുണ്ട് സാറേ. അപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 10-39 വയസ്സ് വരെ PSC ആണെങ്കിലും 10-39 വയസ്സ് വരെ ജോലിക്ക് അപേക്ഷിച്ചിട്ട് പിന്നെ ജോലി കിട്ടാത്ത കേസുണ്ട്. 39 ഈ സാറ് പറഞ്ഞ പോലെ എനിക്ക് 2 കുട്ടികളായില്ല, കുട്ടികൾ കുറച്ച് വലുതാട്ടെ, എന്നിട്ട് ഇതിനെ വിടാന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവര് ഏജ് ഓവറായി പോകും. ഏജ് ഓവറായിട്ട് നമ്മളെ അടുത്തേക്ക് വന്നിട്ട് അവര് വീണ്ടും എഴുതി തരാണ് സാറേ. പിന്നെ അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ജോലി നോക്കാം? മാഡം ആദ്യമൊന്നും നമ്മളെ ജോലിക്ക് അവരെ വിട്ടില്ല ഭർത്താവിന്റെ വീട്ടുകാര്, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഏജ് ഓവറായി പോയി. അപ്പൊ വരുന്ന എന്തിനാന്നറിയാം സാറേ, ഈ PGക്കാരും പിന്നെ ഡിഗ്രിക്കാരൊക്കെ വരുന്നത് അപ്പൊ പാർട്ട് ടൈം ജോലി 50 വയസ്സ് വരെ ഉണ്ട്, തൂപ്പ് ജോലി. അപ്പം തൂപ്പ് ജോലി, അതായത് പിന്നെ ഞാനിപ്പം പിന്നെ ഇന്ന പോലെ രജിസ്ട്രേഷൻ ചെയ്തതാണ്, എന്റെ ക്വാളിഫിക്കേഷൻ ഇതാണ്, ഇനി മേലാൽ പാർട്ട് ടൈം തൂപ്പ് ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ള ഒരു അപേക്ഷ തരാനാണ് സാറേ അവർ വരുന്നത്. എന്നിട്ട് അവര് പാർട്ട് ടൈം തൂപ്പ് ജോലി കിട്ടിയാല് ഫുൾ ടൈം വേണ്ടെങ്കിൽ 70 വയസ്സ് വരെ തുടരാം അവർക്ക് പാർട്ട് ടൈം ആയിട്ട്, ഇല്ലെങ്കിൽ 56 വയസ്സ് വരെ ഫുൾ ടൈം ആവും. ആ ഒരു അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറേ. ശരി, താങ്ക് യു സാർ. ഓക്കെ. ബാബു സാറിനെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ല. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മാഡം. വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ലോകത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതനുസരിച്ച് കുടുംബജീവിതം സെറ്റിൽ ചെയ്യേണ്ടത് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ആലോചിച്ചും വേണം ചെയ്യാനായിട്ട്. അല്ലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളായിരിക്കാം. ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും പ്ലാനിങ്. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 2 കുട്ടികളോ ഉള്ള പോലെ ആയിരിക്കില്ല 3 കുട്ടികളോ അച്ഛൻ്റെ അച്ഛനോ അങ്ങനെയുള്ളപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിന് മാതിരി വരും. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സിസ്റ്റം, നമ്മുടെ 9 സിസ്റ്റംസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ പരസ്പരം താളക്രമത്തിൽ പോകേണ്ടതാണ്. അവർ ആ താളം തെറ്റുമ്പോഴത്തേക്കാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറകെ വരുന്നുണ്ട്. ഇമോഷണൽ ഈ ഫോർ പീസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അതായത് നമ്മുടെ സമാധാനത്തിന് വേണ്ടി വൈകാരികമായ അവസ്ഥയെ എങ്ങനെ സന്തുലനപ്പെടുത്താം എന്ന് തന്നെ ഒരു സബ്ജക്റ്റ് തന്നെയുണ്ട്. അതിനെക്കുറിച്ചൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അത് അടുത്ത ക്ലാസ്സിലോ അത് എപ്പോഴെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാം. അത് വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ്. അവരവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഉള്ളിലൊതുക്കേണ്ട ഒരവസ്ഥ, ആരും കേൾക്കാനില്ല, സ്നേഹം ലഭിക്കായിക, ഇങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് കുടുംബത്തിന് വെളിയിൽ മറ്റു കുട്ടികൾ ഈ ലഹരിക്കൊക്കെ അടിമപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ കാമുകിയെ കഴുത്തറുത്ത് കൊള്ളുന്നൊരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ആസക്തിയുടെ ലെവലിലേക്ക് പോകാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പക്വമായി വളർത്താനായിട്ട് അമ്മയ്ക്കാണ് സാധിക്കുക, അച്ഛനേക്കാൾ കൂടുതൽ. അച്ഛനും പ്രാധാന്യമുണ്ട്, പക്ഷേ
അമ്മയ്ക്ക് അതിന് നല്ലൊരു റോള് തന്നെയുണ്ട്. കാരണം അമ്മയുടെ വാക്കും അച്ഛൻ്റെ വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. മാതൃത്വം എന്ന് പറയുമ്പോൾ വളരെ അദ്വിതീയമായ ഒരു പദവി തന്നെയാണ്. അമ്മ എന്ന് പറയുന്നത് രണ്ടക്ഷരം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അക്ഷരം തന്നെയാണ്. അതുപോലെ അത്രയും പവിത്രമായ ഒരു വാക്ക് തീർച്ചയായിട്ടും ഇല്ല. അമ്മയൊന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് തലയിടുമ്പോഴത്തേക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും വൈകല്യങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും. അതാണ് മാതൃത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് സാറ് പറഞ്ഞ പോലെ നാം നമ്മൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ അതില് അങ്ങനെയുണ്ട് സാറേ. നമ്മളിപ്പം അച്ഛൻ എന്ന് പറയുമ്പോ ചുണ്ട് തമ്മിൽ മുട്ടാതെയാ പറയുന്നത്. അമ്മ എന്ന് പറയുമ്പോ അമ്മ അങ്ങനെ ചുണ്ട് മുട്ടിട്ടാ അത് തന്നെ അത് തന്നെ അത് തന്നെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കാരണം നല്ല ഒരുപാട് കാര്യങ്ങൾ സാർ അതിൽ പറഞ്ഞു. ഒരുപാട് എന്ന് പറഞ്ഞാല് സാർ ആത്മാർത്ഥമായിട്ട് ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ഇന്ന് തീർക്കണം എന്നുള്ള രീതിയിൽ നല്ല രീതിയിലാണ് പറഞ്ഞത് കാര്യങ്ങൾ. വളരെ നന്നായിട്ടുണ്ട് ക്ലാസ്, നല്ലതായിട്ടുണ്ട് സാറേ. താങ്ക് യു സോ മച്ച് സർ. ചക്രപാണി സാർ, ഞാനൊരു പൊടി തിരക്കിലായി പോയി, അതുകൊണ്ടാണ്. എനിവേ നല്ല മനോഹരമായിരുന്നു, വളരെ മനോഹരമായ ഒത്തിരി ഉദാഹരണങ്ങൾ, പ്രത്യേകിച്ച് ആ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ എക്സാമ്പിളിലൂടെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും ഇതിന്റെ അടുത്ത പാർട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, ഗുഡ് നൈറ്റ്.